ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയ സീരീസ് ആണ് കേട്ടോ. സീരീസ് എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിരിക്കും. സീരീസിന്റെ പേരാണ് റെയിൻ ഇൻ എസ്പന. ഈ സീരീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സീരീസിലെ മെയിൻ ലീഡ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലും കപ്പിൾസ് ആണ് കേട്ടോ. ഇവർ ഭയങ്കര ക്യൂട്ടും ആണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഹീറോയിനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേരെന്ന് വെച്ചാൽ ലൂണ എന്ന. അവളിപ്പോൾ കാർ ഓടിച്ച് വരുമായിരുന്നു. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് വരുന്നത്. കാർ പാർക്ക് ചെയ്തിട്ട് ഓഫീസിലോട്ട് കയറാൻ വരുന്നതും കറക്റ്റായിട്ട് മഴ പെയ്യും. അവൾ നന്നായിട്ട് നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്പനി എന്ന് പറയുന്നത് അവളുടെ പേരൻസ് തന്നെ നടത്തുന്നത്. അവരിപ്പോ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ലൂണ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് ആണ്. അവളുടെ പേരൻസ് അവിടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഇവള് വിചാരിച്ചിരിക്കുന്നത് ഇവളുടെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ലോയറിനെ പുതുതായിട്ട് ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ലൂണയുടെ പേരൻസ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, ഈ വക്കീലെന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു, ഇപ്പൊ അവൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരാളിനെ ചൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ പ്രൊഫൈല് കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നത് നമ്മുടെ ലൂണ ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആരുമല്ല, ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെയാണ്. ഇവര് കുഞ്ഞിലെ പഠിച്ചിരുന്ന സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്നു. ഇതിനെപ്പറ്റി അവളുടെ പേരൻസിന് നന്നായിട്ട് അറിയാം. അവിടെ അവളുടെ അമ്മ പറയും, നിങ്ങൾ പണ്ടല്ലായിരുന്നു റിലേഷൻഷിപ്പില്, ഇവനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ലോയറിനെ എനിക്ക് കണ്ടുപിടിക്കാൻ കൂടി പറ്റിയിട്ടില്ല എന്ന്. ഇവിടെ നമ്മുടെ നായകന്റെ പേരാണ് കാലിക്സ്. ലൂണയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല കാലിക്സിനെ ഇവരുടെ കമ്പനിയിലായിട്ട് ഹയർ ചെയ്യാൻ. പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ ലൂണയും അവളുടെ ഫ്രണ്ട്സും എല്ലാം കോളേജിൽ ജോയിൻ ചെയ്ത സമയം. നമ്മുടെ ലൂണയ്ക്ക് 2 ഫ്രണ്ട്സാണ് ഉള്ളത്, കേറയും അതേപോലെ തന്നെ സാമും. അവിടെ അവരെല്ലാം ഡ്രിങ്ക് ചെയ്ത് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് അതിലേ നടന്നു വരും. പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള സാം എന്ന് പറഞ്ഞ പെങ്കൊച്ചിന് അതിലുള്ളൊരു ചെറുക്കൻ്റെ അടുത്ത് ക്രഷ് അടിക്കും. അതേസമയം തന്നെ നമ്മുടെ ലൂണയുടെ നോട്ടം എന്ന് വെച്ചാൽ വേറെ ആരിലുമല്ല, നമ്മുടെ നായകനായിട്ടുള്ള കാലിക്സിൽ തന്നെയായിരുന്നു. അവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവളന്മാർ 3 പേരും കൂടി ഇവന്മാരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും. അവിടെ ഈ സാം എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ അവർക്ക് ആരടുത്താണോ ക്രഷ് തോന്നിയത് അവൻ്റെ അടുത്ത് സംസാരിക്കാനും ഇനിഷ്യേറ്റീവ് എടുക്കാനും തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഈ കാലിക്സ് ആണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ആകത്തില്ല. അവൻ ഭയങ്കര പുച്ഛഭാവം ഇട്ടുകൊണ്ടിരിക്കും. ഇത് കാണുന്നത് നമ്മുടെ ലൂണയ്ക്കങ്ങ് ഒരുമാതിരിയാവും. അവള് പറയും, നോക്കിയാണേ മൊരടൻ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ലൂണയും അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറയും കൂടി ഇരുന്നിട്ട് അവരുടെ റൂമിലായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയായിട്ട് കൈറ നമ്മളുടെ ലൂണയെടുത്ത് ചോദിക്കും, നിനക്ക് എന്താ കാലിക്സിന്റെ അടുത്ത് ക്രഷ് ആണോ എന്ന്. ഇവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ നോക്കും. എന്നാൽ അവസാനം അവൾക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതേ, അവൾക്ക് കാലിക്സിനെ ഇഷ്ടമാണ് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ലൂണയാണെങ്കിൽ പറയും, എനിക്ക് പഠിക്കണം, എന്തായിരുന്നാലും നല്ല മാർക്ക് വാങ്ങിക്കണം എന്ന്. അവിടെയായിട്ട് കൈറ ചോദിക്കും, നീ എന്തിനാ ഇത്രയും പ്രഷർ ചെയ്യുന്നത്, നിന്റെ പേരൻസിന് പോലും ഇല്ലല്ലോ ഇത്രയും ടെൻഷൻ. അവിടെ നമ്മളുടെ ലൂണ പറയുന്നത് തന്നെ, എനിക്കാണെങ്കിൽ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ആർക്കിടെക്ട് ആവണം, എനിക്ക് എന്റെ പേരൻസിനെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ലൂണയാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സെബീനെ കാണാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങി ഹോസ്പിറ്റലിലെ ലിഫ്റ്റിലോട്ട് കയറാനായിട്ട് വരുന്നതും അവിടെ വെച്ചിട്ട് നമ്മളുടെ കാലിക്സിനെ വീണ്ടും കാണും. കാലിക്സിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് കോള് വരും. അതിനകത്ത് അവർ സംസാരിക്കുന്ന കേൾക്കുന്നേ നമ്മളുടെ ലൂണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ അവളുടെ ക്രഷിനെ മീറ്റ് ചെയ്തില്ലേ. പോരാത്തിന് അവൾക്ക് ഇവരുടെ സംസാരം കേൾക്കുമ്പോഴാണ് ഇവന്റെ പേര് യഥാർത്ഥത്തിൽ എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നത്. കാലിക്സ് ഇവളെ മൈൻഡ് ആക്കാണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. എന്നാൽ നമ്മുടെ ലൂണ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് ഇവള് നേരെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള സെബിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ ഡോക്ടർ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അയാൾ പോകുന്നത് നമ്മളുടെ ലൂണയാണെങ്കിൽ സെബി എടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യും. അവരാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ലൂണയാണെങ്കിൽ കാലിക്സിനെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. ഇത് കാണുന്നേ നമ്മളുടെ സെബി അവളുടെ അടുത്ത് എന്തുവാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അവൾക്ക് പുതിയൊരു ക്രഷിനെ കിട്ടി, അവൻ എങ്ങനെയാണ് കാണാൻ, അവന്റെ പേര് എന്തുവാ, എവിടെ വെച്ചാ മീറ്റ് ചെയ്തത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നയാ. അപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കാലിക്സും കയറി വരും. അവന്റെ കയ്യിലും കുട ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കരമായിട്ടും ബ്ലഷ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അവള് പറയും, എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് അവിടെ പറയും, സോറി എൻ്റെ കയ്യിലും കുടയില്ല. അവിടെയായിട്ട് അവളാണെങ്കിൽ വേറൊരാളുടെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ഫോൺ ചെവിയിൽ വെച്ചിട്ട് അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, അവള് ഫുഡ് കഴിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ഇവളോട് ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, ഫോൺ തല തിരിച്ച്
പിടിച്ചേക്കുന്നത്. അതായത് സ്ക്രീൻ അവന് കാണത്തക്ക രീതിയിൽ അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ഫോണിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇത് കാണുന്നതിന് ലൂണ ഭയങ്കരമായിട്ട് നാണം കേട്ട് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ഫേസ് ഒക്കെ മറച്ചു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു എംബാരസ്മെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് എവിടാ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും അവൻ ലീഗൽ മാനേജ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ബസ് വരുന്നതും അവൾ വേഗം തന്നെ അതിൽ കയറി അങ്ങ് പോകും. അടുത്ത ദിവസം നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറയുമായിട്ട് നമ്മളുടെ ഈ കാലിക്സ് ഏത് കോളേജിലാണോ പഠിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കഫറ്റേരിയയിലായിട്ട് വന്നിരിക്കും. അവിടെ വന്നത് തന്നെ ഇവനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ അവൾ വന്നിരിക്കുന്നത്. നമ്മളുടെ കാലിക്സും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടേക്ക് വരും. അവൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂണ ഭയങ്കര സാഡാവും. എന്നാൽ അതേസമയം തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള സാം അവിടേക്ക് വരും. അവൾ വന്നിട്ട് പറയും നീ വിഷമിക്കാതിരി, ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ഈ ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവന്മാരെ അവളുടെ വീട്ടിലോട്ടൊരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ കാലിക്സിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറയും എനിക്ക് പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ സാം അവിടെ പറയും നീ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ ഒരു പക്ഷേ ഇനി വന്നില്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സാമിന്റെ വീട്ടിലായിട്ട് പാർട്ടി നടത്തുന്നതാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാലിക്സ് മാത്രം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൂണ ഭയങ്കര സാഡായിട്ട് ഒരു മൂലയ്ക്കോ ഇങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ഫ്രണ്ടിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുറകിൽ നിന്ന് നമ്മളുടെ കാലിക്സ് കയറി വരും. ഇവനെ കാണുന്നത് അവൾ ഭയങ്കര സന്തോഷമാണ്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽക്കും. എന്നിട്ട് അവൾ സമയം കിട്ടുന്നതും നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നെ ഇവനാണെങ്കിൽ ചോദിക്കുന്നതിനെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ എന്ത് സംസാരിച്ച് അവനോട് കമ്പനി ആവണമെന്ന് തന്നെ അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ട് പറയും ഇവിടുത്തെ ബിയർ ബോട്ടിലൊക്കെ തീർന്നു, ഇനി ഒന്ന് വാങ്ങിയിട്ട് വരുമോ എന്ന്. അങ്ങനെ അവൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ കയറയാണെങ്കിൽ ഈ ലൂണയെടുത്ത് പറയും നീയും കൂടെ അവൻ്റെ കൂടെ ചെല്ല്, എന്തായിരുന്നാലും ഒത്തിരി സാധനമില്ലേ, നീ അവനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവളെ അങ്ങ് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രണ്ടുപേരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുന്നതാ. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവൻ്റെ പേരൻസ് എന്താ ചെയ്യുന്നത് എന്നൊക്കെ. അവൻ്റെ പേരൻസ് ഡോക്ടേഴ്സ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നീ പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ പഠിക്കാത്തത് എന്നാ. എന്നാൽ നമ്മളുടെ കാലിക്സ് ഇവിടെ ആൻസർ ഒന്നും കൊടുക്കത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് മനസ്സിലാവും അവനത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന്. അങ്ങനെ അവൾ ഇവിടെ സോറി പറയും. ഇവിടെയായിട്ട് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് തിരിച്ചു ചോദിക്കും നീ എന്താ പഠിക്കുന്നത്, നിന്റെ പേരെന്തുവാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ലൂണ പറയും ഇത്രയും നേരമായിട്ടും നിനക്കെൻ്റെ പേരറിയത്തില്ലേ, എൻ്റെ പേര് ലൂയിസ നട്ടേഷ വലേറിയ എന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ കാലിക്സ് പറയും ഓ അത് വലിയ പേരാണല്ലോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൂണയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തിട്ട് പറയും നിനക്ക് എന്നെ നിന്റെ ലവ് എന്ന് വിളിക്കാവെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളെ ലൂണ പറയും ഞാൻ ജസ്റ്റ് ജോക്ക് ചെയ്തതാണ്, നിനക്ക് എന്നെ ലൂണ എന്ന് വിളിക്കാന്ന്. അവിടെ ലൂണയാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ ചോദിക്കും. അവനതെല്ലാം അവൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവൾ ചോദിക്കും അല്ല നിന്റെ ഈ KJയുടെ മീനിങ് എന്തുവാ. അവിടെ നമ്മുടെ കാലിക്സ് അവൻ്റെ ഫുൾ നെയിം പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണ ചോദിക്കും ടു ലോങ്, എനിക്ക് നിന്നെ എൻ്റേത് എന്ന് വിളിക്കാവോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ കാലിക്സ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണ അവൻ്റെ പുറകെ എന്നിട്ട് ചോദിക്കും നീ എൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ എന്ന്. എന്നാൽ നമ്മളുടെ കാലിക്സ് പറയുന്നത് ആലോചിക്കാവെന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മളുടെ ലൂണ ഭയങ്കര ടെൻഷനിലിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അവിടെയായിട്ട് നമ്മളുടെ കൈറ വന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ കാലിക്സ് അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇത് കാണുന്നത് നമ്മളുടെ ലൂണ സന്തോഷം കൊണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങും. അവൾ അവന് മെസ്സേജ് അയക്കും താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നത് നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ അവൾക്കൊരു ഹായ് ഇടും. അങ്ങനെ അവൾ അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവള് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കുന്നത്. എടുത്താൽ പൊങ്ങാത്ത കേസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് സംശയമൊക്കെ ചോദിക്കും. അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഇവൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അവിടെയായിട്ട് അവൾ ചോദിക്കും നെക്സ്റ്റ് ടൈം നീ എപ്പോഴാണ് എൻ്റെ ക്യാമ്പസിലോട്ട് വരുന്നത് എന്ന്. അവിടെ നമ്മുടെ കാലിക്സ് പറയും ഞാൻ വെനസ്ഡേ എത്തും എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ലൂണയുടെ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ. അങ്ങനെ അവൾ വെയിറ്റ് ചെയ്ത് ആ വെനസ്ഡേ എത്തും. അന്ന് തന്നെ നമ്മുടെ കാലിക്സ് ഇവിടെ എത്തും. അവർ രണ്ടുപേരും ഒരു കഫറ്റേരിയയിൽ ചെന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ ലൂണ എപ്പോഴും ഉള്ളതുപോലെ തന്നെ അവൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് കാണുന്ന നമ്മുടെ കാലിക്സ് അവളെ നോക്കി ഒന്ന് ബ്ലഷ് ചെയ്ത് ചിരിക്കും. അവിടെയായിട്ട് നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സിന്റെ പേരൻസ് ഏതിലാണ് സ്പെഷ്യലൈസ് എന്നൊക്കെ ചോദിക്കും. അവൻ്റെ ആൻസർ പറയുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സെവിയില്ലേ അവൻ്റെ കോൾ വരും. അവൾ ആ കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ നോക്കും. എന്നാൽ ഇവൻ്റെ കോള് വീണ്ടും വരും. ഇവൾ ഈ കോള് കട്ട് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ കാലിക്സ് പറയും
നീ അവന്റെ കോൾ എടുത്ത് സംസാരിക്കുക, ഞാൻ എന്തായിരുന്നാലും അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. നമ്മുടെ ലൂണയാണെങ്കിൽ സെവിയുടെ കോൾ എടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ലൂണയും കാലിക്സും തമ്മിൽ 2 ദിവസത്തേക്ക് സംസാരിക്കത്തില്ല. അവനായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ നമ്മളുടെ ഈ കാലിക്സിന്റെ ഫ്രണ്ടിന്റെ സ്റ്റോറി വെച്ചിട്ട് മനസ്സിലാക്കും, അതായത് ഇവരൊരു ബാറിലോട്ട് പോകുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ലൂണയും ഫ്രണ്ട്സും അതിന് പ്ലാൻ ചെയ്യും. അങ്ങനെ അവരും ആ ബാറിലായിട്ട് ചെല്ലും പാർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ കാലിക്സ് മാത്രം എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും നമ്മുടെ ലൂണ കാണും. അവളങ്ങനെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നല്ലതുപോലെ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരുന്നതും അവിടെയായിട്ടൊരു ചെറുക്കാൻ നമ്മുടെ ലൂണേനെ അപ്രോച്ച് ചെയ്യും. ഇതും കണ്ടുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് നമ്മുടെ കാലിക്സ് വരുന്നത്. അവനാണെങ്കിൽ ഇവിടെ അടുത്ത് മിണ്ടാനൊന്നും നിൽക്കത്തില്ല. അവിടെ നിന്ന് ഒരുമാതിരി ഇറിറ്റേറ്റ് ആയതുപോലെ നടന്നങ്ങ് പോകും. അവന്റെ കയ്യിലായിട്ട് 2 ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂണ അവൻ്റെ അടുത്ത് സംസാരിക്കുക ഒരുങ്ങും. എന്നാൽ നമ്മുടെ കാലിക്സിന് എന്തോ ദേഷ്യമുണ്ട്. അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ലൂണ ആ സങ്കടം കാരണം ഇഷ്ടം പോലെ കുടിക്കും. അവളങ്ങനെ അവിടെ ബോധം കെട്ട് വീഴാനായിട്ട് വരുന്നതും കറക്റ്റായിട്ട് വന്ന് രക്ഷിക്കുന്നതേ നമ്മുടെ കാലിക്സാ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൂണയ്ക്ക് ബോധം വരാനെടുത്ത് അവൾ വേറെ ആരുടെ റൂമിൽ കിടക്കുന്നതായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് ഡ്രസ്സ് മാറുമായിരുന്നു. അവൾ അവനെ നോക്കി നിന്നു പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് അവളെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറയും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാണിക്കുന്നത് തന്നെ പ്രസന്റ് ടൈമിലുള്ള സീനാണ്. അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ പേരൻസ് അവളുടെ അടുത്ത് പറയും, അതായത് എന്തായിരുന്നാലും കാലിക്സ് ഇന്ന് തന്നെ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ വരുവാണ് എന്ന്. നമ്മുടെ ലൂണയ്ക്ക് അവനെ കാണാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ പറയും, സോറി എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായിട്ട് ഇറങ്ങുന്നത് കറക്റ്റായിട്ട് അവിടേക്ക് നമ്മുടെ കാലിക്സ് വരും. ഇവനെ കാണുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ അവനെ തന്നെ നോക്കി നിന്നു പോകും. അവന്റെ കണ്ണിലങ്ങ് അലിഞ്ഞു പോകും. അവള് നല്ല ഇമോഷണലും ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ലൂണയുടെ പേരൻസ് ആണെങ്കിൽ കാലിക്സിന്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാ. അവളെ അവിടെ ഇൻവൈറ്റ് ചെയ്യും. എന്നാൽ അവളവിടെ ഓരോരോ എക്സ്ക്യൂസസ് പറയാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ വീണ്ടും കാലിക്സിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് കാണിക്കുന്ന പാസ്റ്റിലുള്ളൊരു സീനാണ്. അവിടെയാണെങ്കിൽ അവളിപ്പോൾ നമ്മളുടെ കാലിക്സിന്റെ വീട്ടിലായിട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നേ. അവിടെയാണെങ്കിൽ ഇവക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കും. നമ്മളുടെ ലൂണ ഭയങ്കര ഓക്വേർഡായിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിന്റെ മെസ്സേജസ് ഒക്കെ വരും. അതിനെല്ലാം നമ്മുടെ ലൂണ ഇപ്പോഴാണ് റിപ്ലൈ കൊടുക്കുന്നത്. അവൾ പറയും അവളിപ്പോൾ കാലിക്സിന്റെ കൂടെ അവന്റെ വീട്ടിലായിരിക്കുന്നേ എന്ന്. അവളൊരു അവസരം കിട്ടുന്നത് നമ്മുടെ കാലിക്സിന്റെ അടുത്ത് ചോദിക്കും, ഇന്നലെ ഞാൻ കുടിച്ചിട്ട് എന്തെങ്കിലും പരിപാടി കാണിച്ചായിരുന്നോ എന്ന്. അവിടെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ പറയും, അതായത് അവളെയും കൊണ്ട് കാറിൽ കയറിയിട്ട് അവൻ ആദ്യമേ തന്നെ നമ്മളുടെ ലൂണയുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയത് എന്ന്. എന്നാൽ അവളുടെ ഫ്രണ്ട്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ലൂണയെടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള സാമിനെ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ സാമിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരാനായിട്ട് ഒരുങ്ങും. യഥാർത്ഥത്തിൽ സാമിൻ്റെ അപ്പാർട്ട്മെൻറ്റും നമ്മുടെ കാലിക്സിൻ്റെ അപ്പാർട്ട്മെൻറ്റും ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ്. അവിടെയായിട്ട് ഇവർ വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമെങ്കിലും നമ്മളുടെ ഈ സാമ് വാതിൽ തുറക്കത്തൊന്നുമില്ല. അങ്ങനെ അവസാനം നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ലൂണേനെ കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരേണ്ടതായിട്ട് വരും. ലൂണയ്ക്ക് നല്ല ഒമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അവളങ്ങനെ നമ്മുടെ കാലിക്സിൻ്റെ ബാത്റൂമിലായിട്ട് വന്ന് ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അവിടെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണെന്ന് കണ്ടിട്ട് നമ്മുടെ ലൂണ വീണ്ടും അവൻ്റെ അടുത്ത് നല്ലതുപോലെ ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങും. അവസാനം നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഇവളെ കൊണ്ടുവന്ന് അവൻ്റെ ബെഡ്റൂമിലായിട്ട് കിടത്തും. നമ്മുടെ ലൂണയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുമോ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ കാലിക്സ് മൈൻഡ് ആക്കാണ്ട് അവിടെ നിന്നങ്ങ് പോകും. ഇപ്പം നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് നല്ല നാണക്കേടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് പറയും, ഞാൻ എന്തായിരുന്നാലും നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് കൺസെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അറിയാമെന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ലൂണ പറയും, എനിക്ക് പേടി ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നാ. എന്തായിരുന്നാലും താങ്ക് യു എന്നൊക്കെ നമ്മുടെ ലൂണ പറയും. അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കും. അവിടെയായിട്ട് നമ്മുടെ ലൂണയാണെങ്കിൽ നമ്മുടെ കാലിക്സിൻ്റെ ഹുഡിയൊക്കെ എടുത്തിട്ടിട്ട് അവിടെയായിട്ട് അവൻ്റെ അവാർഡ്സ് എല്ലാം നോക്കുമായിരുന്നു. നമ്മുടെ കാലിക്സ് ആണെങ്കിൽ വന്നിട്ട് അവളുടെ പേഴ്സൊക്കെ എടുത്തു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ലൂണയ്ക്ക് സന്തോഷമാവും. അവൾ അവിടെ ഇവൻ്റെ ഹുഡി കഴുകി തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം വന്ന് കാര്യങ്ങൾ പറയുന്നതാണ്. എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ലൂണ പറയും, ഞങ്ങൾ ടോക്കിംഗ് സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണ ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നത് നമ്മുടെ കാലിക്സൊക്കെ മെസ്സേജ് അയക്കുന്നതാണ്, നീ വീട്ടിലെത്തിയോ, നീ ഫ്രഷ് ആയോ എന്നൊക്കെയുള്ള രീതിക്ക്. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവളങ്ങനെ നമ്മുടെ കാലിക്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനകത്ത് അവൾക്ക് മനസ്സിലാവും, അതായത് നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ എപ്പോഴും ഒരു പെണ്ണിൻ്റെ കൂടെയാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുന്നത് എന്ന്. അവളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫുള്ളും നമ്മളുടെ കാലിക്സിൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇത് കണ്ടിട്ട് നമ്മളുടെ ലൂണയ്ക്ക് നല്ല ജലസ് അടിക്കും. ഇവളുടെ പേരെന്ന് വെച്ചാൽ എമത്തിസ് എന്നാണ്. ഇപ്പം നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലായിട്ട് ഇരുന്നിട്ട് നമ്മുടെ കാലിക്സിൻ്റെയും ഈ പെണ്ണിൻ്റെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആ പെണ്ണിൻ്റെ സ്റ്റോറി കണ്ടിട്ട് മനസ്സിലാവും രണ്ടുപേരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക
നിൽക്കുക എന്ന്. ഇത് കണ്ടിട്ട് ലൂണയ്ക്ക് നല്ല ജലസ് അടിക്കും. ആ സമയത്ത് തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള സെബി അവിടേക്ക് വരും. ഇവനെ ആ ഫോട്ടോ കാണിക്കുന്നത് അവൻ പറയും അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കും, ഒരാണും പെണ്ണും അടുത്തിരുന്നു എന്ന് വെച്ചിട്ട് അവരൊരിക്കലും റിലേഷൻഷിപ്പിലാവത്തില്ല എന്ന്. അതേസമയം തന്നെ അവിടേക്ക് നമ്മളുടെ കാലിക്സ് വരുമായിരുന്നു. ഇവനെ കാണുന്നത് നമ്മളുടെ ലൂണ പെട്ടെന്ന് തന്നെ അവളുടെ ഹെയർ ഒക്കെ നേരെയാക്കാൻ തുടങ്ങും. അവിടെയായിട്ട് കാലിക്സ് വരുന്നതും ഇവളാണെങ്കിൽ നമ്മളുടെ സെബീനെ പരിചയപ്പെടുത്തും. അവൻ പറയും എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. പെട്ടെന്ന് തന്നെ കാലിക്സ് അവിടേക്ക് വന്നിരിക്കും. അവനാണെങ്കിൽ ചോദിക്കും അല്ല നീയും സെബിയും ഭയങ്കര ക്ലോസ് ആണോ? അപ്പോൾ അവൾ പറയും ഇല്ല ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ എന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇവിടേക്ക് എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാലിക്സ് പറയും നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. ഇത് കേട്ടിട്ട് നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പെട്ടെന്ന് തന്നെ കാലിക്സ് പറയും ഞാൻ എൻ്റെ ഹുഡി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ലൂണ അങ്ങനെ ഇവനെ അവളുടെ വീട്ടിലായിട്ട് ഇൻവൈറ്റ് ചെയ്യും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും വീട്ടിൽ വരും. അവിടെ എത്തുന്നേ നമ്മുടെ ലൂണ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ വീട്ടിലില്ല എന്ന്. അവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ലൂണ വരച്ച ആ ഒരു പടങ്ങളൊക്കെ കണ്ടിട്ട് അവളുടെ അടുത്ത് പറയും നീ എന്തായിരുന്നാലും വലിയൊരു ആർക്കിടെക്റ്റ് ആവും, എൻ്റെ വീട് ഞാൻ നിന്നെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ലൂണയും കാലിക്സും കൂടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അവൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും. അവർ രണ്ടുപേരും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ലൂണ അവൻ്റെ അടുത്ത് ചോദിക്കും ഹെമത്തിസും നീയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ കാലിക്സ് അവിടെ ഒന്നും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ ലൂണ ചോദിക്കും അപ്പോൾ നിനക്ക് ഫ്രീ ബേർഡായിട്ട് നടക്കാനായിരിക്കും അല്ലേ ഇഷ്ടം, നീ ഫ്ലേർട്ട് ചെയ്യാനാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ കാലിക്സിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പെട്ടെന്ന് തന്നെ കാലിക്സ് പറയും നീ എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കുവാണ്, എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാലിക്സ് അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. നമ്മുടെ ലൂണ അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സ് ഒക്കെ എപ്പോഴും വരുന്ന ആ ഒരു കഫേയിലെ അവിടെയായിട്ട് വന്നിരിക്കുന്നതാണ്. കാലിക്സും അവൻ്റെ ഫ്രണ്ട്സും വരുന്ന കാണുന്നേ നമ്മുടെ ലൂണ പെട്ടെന്ന് തന്നെ അവളുടെ ഫേസ് അങ്ങ് മറച്ചു വെക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയും നീ എത്ര കാലം കാലിക്സിൻ്റെ അടുത്തുനിന്ന് ഫേസ് മറച്ചു വെച്ചുകൊണ്ട് നടക്കും, അവൻ അല്ലേലും കോളേജിൽ ഭയങ്കര പോപ്പുലറാണ്, അവനെ വേറെ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് അവനെ അടിച്ചുകൊണ്ട് പോകും, അതിനു മുന്നേ നീ നിൻ്റേതായിട്ടുള്ള മൂവ് ഇറക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്ന് പറയും. അവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ആ കടയിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വരുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പോൾ അവൻ ചോദിക്കും നീ എന്താ വാങ്ങിക്കാൻ വന്നേന്ന്. അവൾക്ക് വേറെ പറയാനില്ലാത്തതുകൊണ്ട് അവൾ വെള്ളം എന്ന് പറയും. എന്നാൽ കാലിക്സിന് മനസ്സിലാവും അവൾ കള്ളം പറയുമെന്ന്. എന്താണെന്ന് വെച്ചാൽ അവളുടെ ടേബിളിലായിട്ട് ഓൾറെഡി വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ലൂണയാണെങ്കിൽ ഭയങ്കരമായിട്ട് നാണം കെട്ട് വീണ്ടും അവളുടെ ടേബിളിലായിട്ട് വന്നിരിക്കും. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് അവൾക്ക് വെള്ളം കൊണ്ടുവരും. എന്നിട്ട് അവളുടെ അടുത്തായിട്ടങ്ങ് ഇരിക്കും. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. രണ്ടുപേരോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ലൂണയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിനെ പറ്റി സംസാരിക്കാൻ വരുന്നതും പെട്ടെന്ന് തന്നെ കാലിക്സ് പറയും ആ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കണ്ട എന്ന്. അവിടെയായിട്ട് ഹെമത്തിസ് വന്നിട്ട് നമ്മളുടെ ഈ കാലിക്സിൻ്റെ അടുത്ത് പറയും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ, നീ വരുന്നില്ലേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ ഇല്ല നിങ്ങൾ പൊക്കോ എന്നാ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ലൂണ ഇവളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കാലിക്സ് പറയും അവളെ നീ തുറച്ചു നോക്കുന്നതൊന്ന് നിർത്തുവോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണ ചോദിക്കും ഞാൻ എപ്പോഴാണ് നോക്കിയത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ലൂണ പറയും നമുക്ക് രണ്ടുപേർക്കും ഇന്ന് പഠിക്കാൻ പോയാലോ ഈവനിങ് ടൈമിൽ. എന്നാൽ നമ്മുടെ കാലിക്സ് നല്ല ബിസി ആയിരുന്നു. അവൻ പറയും നാളെ നമുക്ക് പഠിക്കാനിരിക്കാം, ഞാൻ നിന്നെ നാളെ പിക്ക് ചെയ്യാനും വരാം എന്ന്. അടുത്ത ദിവസം നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കാലിക്സ് ആണെങ്കിൽ അവളെ വിളിച്ചിട്ട് പറയും എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, ഒരു എമർജൻസി ആയിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ അവളുടെ അടുത്ത് ചോദിക്കും നിനക്ക് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വരാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ ലൂണ അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് അവൻ്റെ കുഞ്ഞനിയനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ആക്കും. അവൻ്റെ പേരെന്ന് വെച്ചാൽ കിയോ എന്നാണ്. ഇവിടെ നമ്മളുടെ ലൂണയും കിയോയും ഭയങ്കര കമ്പനിയാവും. രണ്ടുപേരും നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ കിയോനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ലൂണേനെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അവിടെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ കിയോനെ പറ്റിയിട്ട് പറയും അതായത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ ഒരിക്കലും ഒറ്റപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരൻസ് പണ്ടുതൊട്ടേ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന്. ഇവനിങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ ലൂണയ്ക്ക് നല്ല സന്തോഷമാവും. അവളാണെങ്കിൽ അവിടെ ഡിന്നറിന് വേണ്ടിയിട്ട് താങ്ക് യു പറയും. കൂട്ടത്തിൽ തന്നെ അവളുടെ ഫീലിങ്സ് അവൾ നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിൻ പ്രസന്റിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ കാലിക്സ് ലൂണ അവളുടെ പേരൻസ് എല്ലാവരോടും ചേർന്നിട്ട് ഒരു കഫേയിലായിട്ടിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ലൂണയുടെ പേരൻസ് കാലിക്സിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലൂണയുടെ ചോദിക്കും നീ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ റെഡിയല്ലേ, നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന്. അവിടെ അവർ രണ്ടുപേരും അത് സമ്മതിച്ചു കൊടുക്കും. രണ്ടുപേരും പരസ്പരം കണ്ണും നോക്കിയിരിക്കും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലൂണനെ കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ പ്രസന്റ് ടൈമിൽ അവിടെയായിട്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആഫ്റ്റർ എ ലോങ് ടൈമാണ് അവരിപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അവരാണെങ്കിൽ ഇവ വന്ന ഉടനെ ചോദിക്കുന്നത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കാലിക്സിനെ പറ്റിയിട്ടാണ്.
അതായത് ഇപ്പൊ അവനാണെങ്കിൽ ഇവളുടെ കമ്പനിയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ലൂണ പറയും എവിടെ പോയാലും ഇപ്പൊ അവനെയാ മീറ്റ് ചെയ്യുന്നത്, അവനെ ഇപ്പോൾ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയതാണ്. അപ്പോഴാണ് ഇവൻ എൻ്റെ മുമ്പിലായിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ കേൾക്കുന്നതും അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരുടെയും ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്തുമായിരുന്നു? എന്നാൽ നമ്മുടെ ലൂണ പറയും എനിക്കിനി ഒരിക്കൽ കൂടി ആ പെയിനൊന്നും ഓർക്കാൻ പറ്റത്തില്ല, എനിക്കതിന് താല്പര്യവും ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ കാലിക്സ് ആണെങ്കിൽ അവളെ ചീറ്റ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഒരു പക്ഷേ കാലിക്സ് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലോ നിന്റെ ഓഫീസിലായിട്ട് തന്നെ ജോയിൻ ചെയ്തത്. എന്നാൽ നമ്മുടെ ലൂൺ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവള് പറയും അങ്ങനെയൊന്നുമല്ല, അവൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഭയങ്കര ഹാപ്പിയാണ് എന്ന്. പിന്നീട് പെട്ടെന്ന് കാണിക്കുന്നത് നമുക്ക് ഫ്ലാഷ് ബാക്കിലുള്ള സീനാണ്. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ ഭയങ്കര എംബാരസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും ഇന്നലെ ഞാനാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് എൻ്റെ ഫീലിങ്സ് പറഞ്ഞു, എന്നാൽ അവനൊരു റിയാക്ഷൻ തരാണ്ടിരിക്കുന്ന കണ്ടിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ജസ്റ്റ് ജോക്കിങ് എന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സ് അവളെ വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്, നിനക്ക് നിന്റെ ഫീലിങ്സ് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറ പറയും അവനൊരു എക്സ്പ്രഷനും റെസ്പോൺസും ഇല്ലാണ്ടിരിക്കുമ്പോൾ പിന്നീട് അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളുടെ ഫ്രണ്ട്സ് പറയും എന്തായിരുന്നാലും നീ നോക്കിയും കണ്ടും ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളുമാരെല്ലാം പോകും. പെട്ടെന്ന് തന്നെ നമ്മളുടെ കാലിക്സിന്റെ അടുത്ത് നിന്ന് ലൂണയ്ക്ക് മെസ്സേജ് വരും. ഇത്രയും നേരമായിട്ട് അവൻ ഇപ്പോഴാണ് അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയുന്നത് നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളവിടെ കടന്ന് ഭയങ്കരമായിട്ട് ചാടിത്തുള്ളും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് പഠിക്കാനായിട്ടിരിക്കുന്നതാ. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ എപ്പോഴും കാലിക്സിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഇത് ശ്രദ്ധിച്ചിട്ട് അവളുടെ അടുത്തായിട്ട് വന്നിരിക്കും. ലൂണ അവിടെ അവളുടെ ഡ്രീം ഹൗസ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. അവള് പറയും എനിക്ക് വലിയ ഒരു ആർക്കിടെക്ട് ആവണം എന്ന്. ഇവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കര സാഡായിട്ട് പറയും എൻ്റെ വീട്ടുകാർ എന്നെ ലോയർ ആവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല, എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഡോക്ടർ ആവണമെന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇവരിത് പഠിക്കാൻ സമ്മതിക്കത്തില്ല എന്നാ. അതുകൊണ്ട് ഞാൻ എന്നെ നല്ലതുപോലെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലൂണ പറയും നീ നിനക്ക് ഇത്രയ്ക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പം തന്നെ ഓൾറെഡി നല്ലതുപോലെ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതേസമയം തന്നെ നമ്മുടെ ലൂണയ്ക്ക് അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരും അവൾക്ക് ഇന്ന് ആ വീട്ടിലായിട്ട് വരാൻ പറ്റത്തില്ല, മുഴുവൻ വെള്ളം കയറിയിട്ട് ഫ്ലഡായിട്ട് കിടക്കുവാണ്, അതുകൊണ്ട് തന്നെ നീ അവിടെ സേഫ് ആയിട്ടിരിക്കണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ കാലിക്സ് അവിടെ ചോദിക്കും ഞാനിവിടെ ഈ വീട്ടിൽ നിന്നോട്ടെ എന്ന്. ലൂണ അതിന് സമ്മതിക്കും. അവിടെയായിട്ട് നമ്മുടെ ഈ കൈറയാണെങ്കിൽ അവളുടെ റൂം ലോക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ നമ്മുടെ കാലിക്സും ലൂണയും കൂടെ ഒരുമിച്ചാണ് ഒരു ബെഡിൽ കിടക്കുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ ലൂണനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ കോളേജിലായിട്ട് വരും. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയും അതേപോലെ തന്നെ ഒരുമിച്ച് പഠിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറ ചോദിക്കും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണോ എന്ന്. ഇവിടെ നമ്മളുടെ ലൂണയ്ക്കാണെങ്കിൽ മിക്സ്ഡ് സിഗ്നൽസാണ് കിട്ടുന്നത്. അതായത് നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് നല്ലതുപോലെ അറിയത്തില്ല അവന്റെ ഫീലിങ്സ് എന്തുവാ എന്ന്. അവൾ പറയും എന്തുവായിരുന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും കുറച്ച് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കാലിക്സ് ആണെങ്കിൽ നമ്മുടെ ലൂണേനെ വിളിച്ചിട്ട് പറയും നീ എൻ്റെ വീട്ടിലായിട്ട് പഠിക്കാൻ വരുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവള് പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നത് അവിടെ നമ്മുടെ കാലിക്സിന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും അതായത് അവന് ലൂണേനെ ഇഷ്ടമാണോ എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ കാലിക്സ് ഒരു റിപ്ലൈ പറയാനായിട്ട് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവന്റെ ഫ്രണ്ട്സ് അവന്റെ വീട്ടിലായിട്ട് വരും. അതായത് അവന്റെ കൂടെ ലൂണ ഉണ്ടാവത്തില്ല, അവൻ ഒറ്റയ്ക്കായിരിക്കും എന്ന് വെച്ചിട്ടാണ് അവന്റെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നത്. അവിടെ നമ്മളുടെ കാലിക്സിന്റെ ആ ബോയ് ഫ്രണ്ട്സ് ഇല്ലേ അവരാണെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകും. ഇപ്പോൾ നമ്മളുടെ എമത്തിസും അതേപോലെ തന്നെ ലൂണയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എമത്തിസിനും സത്യത്തിൽ ലൂണേനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ കാലിക്സിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അവളുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ജലസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെല്ലാം വരും. അവരെല്ലാവരും ഇരുന്നിട്ട് ട്രൂത്ത് ഓർ ഡെയർ കളിക്കും. അവിടെയായിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അവിടേക്ക് നമ്മളുടെ കാലിക്സിന്റെ ഓപ്ഷൻ വരുന്നതും എമത്തിസ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ നിനക്ക് നമ്മൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്ത ഫസ്റ്റ് നൈറ്റ് ഓർമ്മയുണ്ടോ എന്നാ. ഇത് കേട്ടിട്ട് നമ്മുടെ കാലിക്സിന് എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് തന്നെ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ലൂണയ്ക്കും ഒന്നും ഒരുമാതിരിയാവും. അവള് ഭയങ്കര ജലസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ കാലിക്സ് ആയിരുന്നാലും റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് അവിടെ ഡ്രിങ്ക് ചെയ്യുക ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലൂണയ്ക്ക് കുറച്ചുകൂടി ഇൻസെക്യൂർ ആവും. അവൾ വേഗം തന്നെ അവൾക്ക് കോള് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളെ തടയാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും, എന്നാൽ അവളെ തടയാനേ പറ്റത്തില്ല.
അത് കഴിഞ്ഞ് 2-3 ആഴ്ചയ്ക്ക് ശേഷം നമ്മളുടെ ലൂണയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സാമിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ അവരെല്ലാവരും നല്ലതുപോലെ പാർട്ടി എൻജോയ് ഒക്കെ ചെയ്യും. സാം അവിടെ പറയും, അതായത് അവള് കാലിക്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ ലൂണ പറയും, എനിക്ക് അവനുമായിട്ട് ഇപ്പൊ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന്. എന്നാ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാലിക്സ് അവിടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു എന്ന് സാം അവിടെ പറയും. എന്നാ നമ്മുടെ കാലിക്സ് അവിടേക്ക് എത്തും. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂണ അങ്ങ് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറുക്കന്റെ കൂടെ ഡാൻസ് കളിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. കാലിക്സ് അവളുടെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. എന്നാൽ നമ്മുടെ ലൂണ മൈൻഡ് ആകത്തില്ല. അവളാണെങ്കിൽ ആ ചെറുക്കൻ അങ്ങ് കിസ് കൊടുക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ കാലിക്സ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ദേഷ്യങ്ങ് പോകും. ഇത് കാണുന്ന നമ്മുടെ ലൂണയ്ക്ക് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ കാലിക്സിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ ഒരുങ്ങിയിട്ട് പറയും, നീ എനിക്ക് മിക്സ്ഡ് സിഗ്നൽസ് തരുന്നത്, നീ എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കുക എന്ന്. അവിടെയായിട്ട് കാലിക്സ് സത്യം എല്ലാം പറയും. അതായത് എമത്തിസും അവനും ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആണ്. അവർക്കാണെങ്കിൽ ഒരു ഡെയർ കിട്ടിയതിന്റെ പേരിൽ പരസ്പരം കിസ് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ലൂണയ്ക്കും കുറച്ച് സമാധാനമാവും. കാലിക്സ് ആണെങ്കിൽ അവളെയും കൊണ്ട് അവന്റെ പേരൻസിന്റെ വീട്ടിലായിട്ട് വരും. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്സ് എക്സാംസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ അവന് സ്വന്തമാവാൻ പോകുന്ന വീടാണ്. ഇവിടെ അവനാണെങ്കിൽ അവൻ്റെ വേറെ ഒരു ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൂണ എടുത്ത് അവൻ്റെ ഫീലിങ്സ് കൺഫ്യസ് ചെയ്യും. ഇത് കേൾക്കുന്നേ ലൂണ ഭയങ്കര ഇമോഷണൽ ആവും. ഇവിടെയായിട്ട് കാലിക്സ് ഇവളെ അവൻ്റെ ഗാർഡനിലായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെയുള്ളൊരു ടെലസ്കോപ്പിനകത്ത് അവിടെയുള്ള മൂണും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ പറയും, ഈ മൂണിനെ പോലെ തന്നെയാണ് നീ എനിക്കും. നീ എൻ്റെ ഹൃദയത്തിൽ ഒരു ടാറ്റുവിനെ പോലെ പതിഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ടാറ്റു. അവിടെ അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യും. ഇങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവും. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമിലുള്ള സീനാണ്. അവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൾക്ക് ഒരു കോള് വരും. അതേസമയം തന്നെ അവളുടെ അച്ഛനും കാലിക്സും അവിടേക്ക് എൻ്റർ ആവും. പെട്ടെന്ന് തന്നെ ലൂണ ചോദിക്കും, കാലിക്സ് ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ പറയും, എൻ്റെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, കാലിക്സ് തന്നെയാണ്. അവൻ ഭയങ്കര ഇമോഷണൽ വാല്യൂസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞിട്ട് അവൻ്റെ ആ വീടെടുത്ത് കാണിക്കും. അതായത് ഇതേ വീട് തന്നെയാണ് മുമ്പ് നമ്മുടെ കാലിക്സ് ലൂണനെ കൊണ്ടുവന്നത്. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് പറയും, എനിക്ക് എൻ്റെ ആർക്കിടെക്ട് വലേറിയ തന്നെയാവണമെന്ന് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ലോയർ ആയിട്ടല്ലാണ്ട് ഒരു ക്ലയന്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ലൂണ ഭയങ്കര ഷോക്കാകും. അവിടെയായിട്ട് അവളാണെങ്കിൽ കുറെ എക്സ്ക്യൂസസ് ഒക്കെ പറയും. എന്നാൽ അവളുടെ അച്ഛൻ പറയും, നീ അതൊന്നും ചെയ്തു കൊടുക്ക്, നിന്നെ പ്രത്യേകം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അവസാനം നമ്മുടെ ലൂണയാണെങ്കിൽ ഒരു വഴിയും ഇല്ലാണ്ട് അടുത്ത ദിവസം വൈകുന്നേരം 6 മണിക്ക് ഒരു മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ട് അവനെ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ അടുത്ത ദിവസം 6 മണിക്ക് അവിടെ വന്നിട്ട് നമ്മുടെ കാലിക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ അവൻ അവിടെ എത്തത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് എത്തുന്നതും ലൂണ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, നിനക്ക് സമയത്തിന് വരാൻ അറിയത്തില്ലേ എന്നും ചോദിച്ചിട്ട്. അവിടെയായിട്ട് അവൻ്റെ ലോയറും എത്തിയിട്ടില്ലായിരുന്നു. ലോയറിനെ കാണുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ചാൽ ഇവനെന്ന് പറഞ്ഞത് നമ്മളുടെ ലൂണയുടെയും കാലിക്സിന്റെ ഒരു കോമൺ ഫ്രണ്ട് തന്നെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ലൂണയാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ എന്നെ തമാശയായിട്ടാണോ കണ്ടേക്കുന്നത്, എനിക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായിട്ടിറങ്ങും. അപ്പോൾ നമ്മുടെ കാലിക്സ് പറയും, നീ എത്ര രൂപയാണോ ചോദിക്കുന്നത് അതേ എമൗണ്ട് തരാൻ ഞാൻ വില്ലിങ് ആണ്. എനിക്ക് നിന്നെ പോലൊരു എക്സ്പേർട്ട് തന്നെ എൻ്റെ വീട് ഹാൻഡിൽ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട് എന്നൊക്കെ നമ്മുടെ കാലിക്സ് പറയും. ഇവിടെ നമ്മളുടെ ലൂണയ്ക്കാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ആ കോമൺ ഫ്രണ്ടും കൂടി ഇതിനകത്ത് ആഡ് ആയതുകൊണ്ടാണ് ഒട്ടും താല്പര്യമില്ലാത്തത്. അവൾ പറയും, ഇവനുള്ളതുകൊണ്ട് എനിക്കൊരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് ഞാൻ വേറെ ഏതെങ്കിലും ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ലൂണയും കാലിക്സും അവരുടെ റിലേഷൻഷിപ്പ് എല്ലാവരുടെയും മുമ്പിൽ പബ്ലിക് ആക്കും. അവരാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് എന്താണ് ഫസ്റ്റിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. അവരൊരു ട്രിപ്പ് പോകുന്നതിനെ പറ്റി പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ ഫ്രണ്ടായിട്ടുള്ള കയറെടുത്ത് വന്നിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അവളാണെങ്കിൽ പറയും, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോയ്ക്ക് അങ്ങ് നടന്നോളും. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ലൂണനെ കോൾ ചെയ്യും. അവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കേൾക്കുന്നേം കാലിക്സ് പറയും, ഞാനും നല്ല എക്സൈറ്റഡ് ആണ് നാളത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരും ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട് ട്രിപ്പ് വരുന്നതാണ്. അവിടെ രണ്ടുപേരും നല്ലതുപോലെ എൻജോയ് ചെയ്യും. സത്യത്തിൽ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവന് റൂമിൽ കിടക്കണമെന്ന് ആഗ്രഹം. എന്നാൽ നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ ബീച്ചിൽ പോകാനുമാണ്. അവളാണെങ്കിൽ പറയും, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ തനിച്ച് തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ബീച്ചിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ റെഡിയാവും. ഇത് കണ്ടിട്ട് നമ്മുടെ കാലിക്സ് അങ്ങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവിടെ ലൂണ ചോദിക്കും, ഈ ഡ്രസ്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. എന്നാൽ കാലിക്സ് പറയും, നിനക്ക് ഏതാണോ കംഫർട്ടബിൾ നീ അത് തന്നെ ഇട്ടോ, എനിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല എന്ന്. അങ്ങനെ നമ്മുടെ ലൂണയും കാലിക്സും കൂടി ഒരുമിച്ച് ആ ബീച്ചിലായിട്ട് വരും. അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യും. കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുമിച്ച് കുറെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കാലിക്സിന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ കോൾ അവന് വരും. എന്താന്ന് വെച്ചാൽ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസൈൻമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവം തിരുത്തി കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ കാലിക്സും ലൂണയും
തിരിച്ചവരുടെ റൂമിലായിട്ട് വരും. അവനങ്ങനെ അസൈൻമെന്റ് ചെയ്യുന്നത് നമ്മുടെ ലൂണ വന്നിട്ട് ചോദിക്കും, നിന്റെ അസൈൻമെന്റ് എപ്പോഴാണ് കഴിയുന്നത്, എനിക്ക് സൺസെറ്റ് കാണണോ എന്ന്. എന്നാൽ നമ്മുടെ കാലിക്സ് പറയും, ഒരു 10 മിനിറ്റ് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അവൻ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ്ടും അവന്റെ ക്ലാസ്മേറ്റിന്റെ കോൾ വന്നിട്ട് പറയും, ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റിനെ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണോ എന്ന്. നമ്മുടെ ലൂണയാണെങ്കിൽ കൂടെ വന്നിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഇപ്പോഴും നല്ല ബിസി ആയിരുന്നു. അവസാനം നമ്മുടെ ലൂണ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് തനിച്ച് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് വരും. അവൾ അവിടെ അതൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നത് അവളുടെ ഒരു സീനിയറിനെ കാണും. അവരും നമ്മളുടെ ലൂണയും ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ നമ്മുടെ ലൂണ അവരുടെ കൂടെ വന്ന് സംസാരിക്കാൻ തുടങ്ങും. കാലിക്സ് അവന്റെ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് തീർത്തിട്ട് ലൂണനെ തിരയുമ്പോൾ എന്തോ അവളുടെ പൊടി പോലും ഇല്ല. അവളെ വിളിച്ചിട്ട് അവൾ ഫോണും എടുക്കുന്നില്ല. അവളിങ്ങനെ കോൾ ഇഗ്നോർ ചെയ്യുന്ന കാണുന്നേ നമ്മളുടെ ഈ ലൂണയുടെ സീനിയർ ഇല്ലേ, അവർ ചോദിക്കും ഇവിടെ എന്തോ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ലൂണ പറയും, ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പ് വന്നിട്ട് അവനോട് പ്രോജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുക, ഞാനതുകൊണ്ട് ഭയങ്കര അപ്സെറ്റാ എന്ന്. അവിടെയായിട്ട് ഇവളുടെ ഈ സീനിയറിന്റെ ഹസ്ബൻഡ് വരും. ഇയാളെ കാണുന്നത് നമ്മളുടെ ലൂണ അയാളുമായിട്ട് പരിചയപ്പെടും. ഇവിടെയാണെങ്കിൽ ഇവളുടെ ഈ സീനിയറും അവരുടെ ആ ഫിയാൻസിയും കൂടി എന്നിട്ട് ഇവർക്ക് നല്ലതുപോലെ കുറെ ക്ലാസ്സസ് ഒക്കെ എടുത്തു കൊടുക്കും. അതായത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ ഒരിക്കലും റിലേഷൻഷിപ്പ് മുമ്പിലോട്ട് പോവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ലൂണയ്ക്ക് അവസാനം കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഇതൊന്നും വേണോന്ന് വെച്ചിട്ട് ചെയ്തതല്ലല്ലോ, സിറ്റുവേഷൻ അങ്ങനെ ആയി പോയതല്ലേ. അതുകൊണ്ട് തന്നെ ലൂണയാണെങ്കിൽ അവസാനം അവന്റെ കോൾ എടുക്കും. അവനാണെങ്കിൽ ലൊക്കേഷനും അയച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ കാലിക്സ് അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരും. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കും. അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ആ സീനിയറും ഫിയാൻസിയിലെ രണ്ടുപേരെ കാണുന്നതും അവരും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ലൂണയുടെ സീനിയറും ആ ഫിയാൻസിയൊക്കെ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണയാണെങ്കിൽ കാലിക്സിന്റെ കൂടെ വന്നിട്ട് രണ്ടുപേരും കൂടി കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ലൂണയാണെങ്കിൽ അവളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലായിട്ട് വന്നിട്ട് കാലിക്സിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കി നല്ലതുപോലെ എൻജോയ് ചെയ്തിരിക്കുന്നതാണ്. അവിടെയായിട്ട് കയറ വരും. അവളാണെങ്കിൽ ഇങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ട് നമ്മളുടെ ലൂണ വയ്ക്കും, നീ എപ്പോഴാ വീട്ടിൽ വന്നത്, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നല്ലോ എന്ന്. ഇവളാണെങ്കിൽ ആ ട്രിപ്പിന് നടന്ന കാര്യങ്ങളെല്ലാം കയറെടുത്ത് പറയും. എന്നാൽ അവള് വലിയ മൈൻഡ് ഒന്നും ആകത്തില്ല. ഇതൊക്കെ കാണുന്നത് ലൂണ ചോദിക്കും, നിനക്ക് എന്തോ പറ്റി, നീ എന്താ ഇത്ര സൈലന്റ് ആയിട്ടിരിക്കുന്നേന്ന്. എന്നാൽ കയറ പറയും, എനിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല, നീ എന്തായിരുന്നാലും നിന്റെ കാര്യങ്ങൾ നല്ലതുപോലെ നോക്കെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൂണേനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അവളുടെ വീട്ടിലായിട്ട് വരുന്നതാ. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ കയറയുടെ ഒരു വിയേർഡ് ആയിട്ടുള്ള ബിഹേവിയറും അവളുടെ ഇഗ്നോറൻസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവും. അതായത് കയറയുടെ കാര്യം ആലോചിച്ചിട്ട് അവിടെയായിട്ട് കോളിംഗ് ബെല്ല് കേൾക്കുന്നതും വന്ന് തുറന്നു നോക്കും. എന്തോ കയറ ഒരു ചെറുക്കനെയും കൊണ്ടാ വന്നേക്കുന്നത്. കയറ എല്ലാവരുടെ മുമ്പിലായിട്ട് ഈ ചെറുക്കനെ ഇൻട്രൊഡ്യൂസ് ആക്കും. അവളുടെ ബോയ് ഫ്രണ്ടാണ്, ഞങ്ങൾ 2 മാസമായിട്ട് ഡേറ്റിംഗിലായെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൂണയ്ക്കും ഫ്രണ്ട്സിനും ഒന്നും ഈ ചെറുക്കനെ കണ്ടിട്ട് ഇഷ്ടപ്പെടത്തേ ഇല്ല. അവർ ചോദിക്കും, നീ എന്താ ഇത് ഞങ്ങളുടെ ഇത്രയും നാളും മറച്ചു വെച്ചിരുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ കയറയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് കയറയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, നിങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ തിരക്കായിരുന്നില്ലേ എന്ന്. ഇവിടെ അങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. നമ്മുടെ കയറയാണെങ്കിൽ ദേഷിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ഇവിടെ നമ്മളുടെ ലൂണയ്ക്കൊക്കെ നല്ല ടെൻഷനുണ്ട്. അതായത് കയറയുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടാലേ ഒരു റെഡ് ഫ്ലാഗിനെ പോലെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലൂണയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് കാലിക്സിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. കാലിക്സ് ആണെങ്കിൽ അവളെ നല്ലതുപോലെ ഉപദേശിക്കും. അതായത് കയറയ്ക്ക് കുറച്ച് ടൈം കൊടുക്കുക, അവള് സമയമാകുമ്പോൾ എല്ലാം വന്ന് തുറന്ന് സംസാരിച്ചോളൂ എന്ന്. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ കാലിക്സിന്റെ അടുത്ത് പറയും, നമുക്കിടയിൽ എന്തെങ്കിലും ഇതേപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംസാരിച്ച് തന്നെ തീർക്കണം, അതൊരിക്കലും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് എന്ന്. കാലിക്സ് അവിടെ നമ്മളുടെ ലൂണ എടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കിസ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ ലൂണ എടുത്ത് അവന്റെ ആർക്കിടെക്ട് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കും. എന്നാൽ നമ്മുടെ ലൂണയാണെങ്കിൽ അവിടെ പറയും, എനിക്കൊരിക്കലും നിന്റെ ആർക്കിടെക്ട് ആവാൻ ഒട്ടും താല്പര്യമില്ല, നീ പറഞ്ഞ വാക്കിന് വില കൊടുക്കാത്തവനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കും. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ അച്ഛനടുത്ത് സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ്. അവിടെ അവളുടെ അച്ഛനാണെങ്കിൽ അവളെ നല്ലതുപോലെ കൺവീൻസ് ചെയ്യിപ്പിക്കും. അതായത് കാലിക്സിന്റെ വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ലൂണ പറയും, എനിക്ക് കാലിക്സിന്റെ സ്വഭാവം ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല, അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. പോരാത്തിന് അവനാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു റോങ് ആയിട്ടുള്ള ആളുടെ സൈഡിൽ നിന്നിട്ടാണ്
തന്നെയാണ് അയാൾക്കെതിരെയായിട്ട് ഡിഫെൻഡ് ചെയ്തത്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛൻ പറയും, അത് അവൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്നതല്ലേ, അവൻ അതേപോലെ തന്നെ നമ്മളുടെ കമ്പനീനെയും പ്രൊട്ടക്റ്റ് ചെയ്തായിരുന്നല്ലോ, നമ്മളുടെ കമ്പനീനെ വലിയൊരു ലോസിൽ നിന്ന് സഹായിച്ചു തന്നെ അവൻ്റെ ലോ കമ്പനി നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് വാദിച്ചത് കൊണ്ടാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ലൂണ ഭയങ്കര ഷോക്കാവും. അവളാണെങ്കിൽ അപ്പോൾ വിചാരിക്കും അതിന് പകരമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ എന്ന്. ലൂണയാണെങ്കിൽ ഈ ഇൻസിഡൻറ്റിനെ പറ്റി നല്ലതുപോലെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ സെബി വരും. അവർ രണ്ടുപേരും ഈ ഇൻസിഡൻറ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അവസാനം നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സിന്റെ വർക്ക് ഏറ്റെടുക്കാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ലൂണ കാലിക്സിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ലോ ഫോമിൽ വരുന്നതാണ്. അവിടെ എത്തുന്നതും റിസപ്ഷനിസ്റ്റ് പറയും അവനെ കാണാൻ പറ്റത്തില്ല, അവൻ നല്ല ബിസിയാണ് എന്ന്. വേണമെങ്കിൽ നിങ്ങൾ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നോക്ക്, അപ്പോൾ ഞാൻ നിങ്ങളെ അകത്തോട്ട് ഇരുത്താമെന്ന്. അവിടെ നമ്മുടെ ലൂണ അവന് മെയിൽ അയക്കും. എന്നാൽ നമ്മുടെ കാലിക്സ് പറയും അവൻ നല്ല ബിസിയായെന്ന്. എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ആ റിസപ്ഷനിസ്റ്റിന് കോൾ വരും. എന്നിട്ട് പറയും ലൂണേനെ എൻ്റെ ഓഫീസിലായിട്ട് ഇരുത്തിയരേ എന്ന്. ലൂണേനെ എസ്കോർട്ട് ചെയ്ത് നമ്മളുടെ കാലിക്സിൻ്റെ അസിസ്റ്റൻ്റാണ് വരുന്നത്. അവനാണെങ്കിൽ നമ്മുടെ ലൂണേനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ലൂണ അങ്ങനെ അവിടെയുള്ള നമ്മുടെ കാലിക്സിൻ്റെ അച്ചീവ്മെൻറ്റും സർട്ടിഫിക്കറ്റുകളും എല്ലാം നല്ലതുപോലെ നോക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ടേബിളിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന ഒരു മഗ് ശ്രദ്ധിക്കും. അതിനകത്ത് ന്യൂയോർക്ക് സിറ്റി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ലൂണ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. പിന്നീട് കാണിക്കുന്നത് പാസ്റ്റിലുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ലൂണയും കാലിക്സും ഒരുമിച്ച് നിൽക്കുക. അവിടെ അവൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ന്യൂ ഇയർ രണ്ടുപേരും ന്യൂയോർക്കിലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൂണയുടെ പേരൻസും അതേപോലെ തന്നെ കാലിക്സിൻ്റെ പേരൻസും ഇപ്പം ന്യൂയോർക്കിലോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അവിടെ നമ്മുടെ ലൂണ പറയും നമുക്ക് രണ്ടുപേർക്കും അവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ ലൂണ ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ആക്കിക്കോട്ടെ, എന്നാലല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കറങ്ങാൻ പോകാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കാലിക്സും ലൂണയും കൂടി നമ്മുടെ ലൂണയുടെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെയാണെങ്കിൽ ലൂണയുടെ ഫാദർ ആണെങ്കിൽ ഇവരുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നീ എന്തിനാ ലോയർ ആവാൻ ആഗ്രഹിക്കുന്നേ എന്നൊക്കെ. ഇതിനൊക്കെ നമ്മുടെ കാലിക്സ് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ ലൂണയുടെ പേരൻസ് അവരിൽ നല്ലതുപോലെ ഇമ്പ്രസ്ഡ് ആവും. അവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവൻ്റെ ഫീലിങ്സിനെ പറ്റി അവളുടെ പേരൻസിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും. അവൻ്റെ ഫ്യൂച്ചറിൽ ഇവളും ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നതും അവരെല്ലാത്തിനും ഓക്കെ ആയിരുന്നു. അവിടെ കാലിക്സ് ആണെങ്കിൽ പെർമിഷനും ചോദിക്കും, അതായത് ന്യൂയോർക്കിൽ നല്ലതുപോലെ കറങ്ങാൻ വേണ്ടിയിട്ട്. ലൂണയുടെ പേരൻസ് അതിന് പെർമിഷനും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ ന്യൂയോർക്കിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് സെവി വരും. ഇവനെ കാണുന്നത് നമ്മുടെ ലൂണ ഇവനും ഒരു പ്രസന്റ് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും ഞാൻ ന്യൂയോർക്കിലായിട്ട് പോവുകയാണ്, അതും കാലിക്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. പോരാത്തതിന് അവൾ അവളുടെ വീട്ടിൽ ഇവനെ ഇൻട്രൊഡ്യൂസ് ആക്കിയ കാര്യമൊക്കെ ഇവൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ന്യൂയോർക്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചതിന് ശേഷം രണ്ടുപേരോട് കറങ്ങാനൊക്കെ പോകുന്നതാണ്. അവിടെ രണ്ടുപേരും നല്ലതുപോലെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തളർന്നിട്ട് രണ്ടെണ്ണോടി ഒരു ഹോട്ടലായിട്ട് റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് അവിടെയായിട്ട് വന്നിരിക്കും. നമ്മുടെ ലൂണ അവനായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കും. അത് വേറെ ഒന്നുമല്ല, ന്യൂയോർക്കിൽ തന്നെ ഒരു മഗ്ഗായിരുന്നു. അതേപോലെ നമ്മുടെ കാലിക്സ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അതൊരു സൂപ്പർ ഡ്രസ്സായിരുന്നു. അവളുടെ അടുത്താണെങ്കിൽ അവൻ പറയും ഇത് ട്രൈ ചെയ്തിട്ട് വാ, നാളെ നിന്നെയും കൊണ്ട് ഞാനൊരു ഡിന്നറിന് പോകുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ലൂണ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തിട്ട് വരുന്നതും ഇത് കണ്ടിട്ട് നമ്മുടെ കാലിക്സിന് ഭയങ്കര ഇഷ്ടമാവും. അവിടെ അവർ രണ്ടുപേരും നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ രണ്ടുപേരോട് ബെഡിൽ കിടക്കാൻ നിന്നത് നമ്മുടെ കാലിക്സിൻ്റെ അമ്മയാണെങ്കിൽ അവനെ മെസ്സേജിട്ട് പറയുന്നതാണ് ഞങ്ങൾ ലോബിയിൽ എത്തിയിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണോടി നല്ലതുപോലെ റെഡി ആയിട്ട് വെപ്രാളത്തിൽ താഴോട്ട് ഇറങ്ങി വരും. അവിടെ നമ്മുടെ ലൂണ നല്ല ടെൻഷനിലായിരുന്നു, അതായത് കാലിക്സിൻ്റെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് അവൻ്റെ അമ്മേനെയും അച്ഛനെയും കാണും. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മ ഭയങ്കര വിയേർഡായിട്ട് നമ്മുടെ ലൂണേനെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ അവളുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ ലൂണയ്ക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. എങ്കിലും കാലിക്സിന് വേണ്ടിയിട്ട് അവളതൊക്കെ സഹിച്ച് അവിടെ ഇരിക്കും. അവിടെയായിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ മാർക്ക് കുറഞ്ഞത് എന്താ എന്ന് ചോദിക്കും. കൂട്ടത്തിൽ തന്നെ പറയും എമത്തിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിനക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൂണയുടെ കൂടെ കൂടിയതിന് ശേഷം നിനക്ക് ഈ ഒരു എക്സാമിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ കാലിക്സ് ഒന്നും പറയത്തില്ല. പെട്ടെന്ന് തന്നെ ലൂണ വാഷ്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. കാലിക്സ് ഇവളുടെ പുറകെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ലൂണ ചോദിക്കും നിന്റെ അമ്മ ഇത്രയും പറഞ്ഞിട്ടും നീ എന്നെ ഡിഫെൻഡ് ചെയ്ത് ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന്. അവിടെ കാലിക്സ് പറയും എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര പേടിയാണ്, പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ അമ്മേനെ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ട് മിണ്ടാതിരുന്നത് എന്ന്. അവിടെ അവൻ പറയും നീ വിഷമിക്കേണ്ട, നമുക്ക് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ലതുപോലെ വർക്കൗട്ട് ആക്കാം. ഇവിടെ രണ്ടുപേരും നല്ലതുപോലെ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലിക്സ് ലൂണനെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ നെറ്റിയിലായിട്ടൊരു ഉമ്മ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവർ രണ്ടുപേരും ന്യൂയോർക്കിലെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലായിട്ട് വരുന്നതാ. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരും ന്യൂയോർക്കിൽ നടന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം പറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സിന് നല്ല സന്തോഷമാവും. പെട്ടെന്ന് അവിടെയായിട്ട് നമ്മുടെ കൈറ വരും. അവൾ
വന്നിട്ട് എല്ലാവരും സോറി പറഞ്ഞിട്ട് പറയും എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അവനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചതിന് എന്ന്. അവിടെ ഇവളുമാരെല്ലാവരും ഓക്കെ ആയിരുന്നു. അവളുമാരെല്ലാവരോടും ചേർന്നിട്ട് കൈറേനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലൂണയും അവളുടെ ഫ്രണ്ടായിട്ടുള്ള സെവിയും കൂടി ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൈറയുടെ അമ്മയുടെ നിന്ന് കോൾ വരും. അവർ പറയുന്നത് തന്നെ കൈറ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാ. ഇത് കേൾക്കുന്നത് നമ്മുടെ ലൂണയും സെവിയും ഭയങ്കര ഷോക്കായിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലായിട്ട് ഓടി വരും. അവളിപ്പോൾ എമർജൻസി റൂമിലായിരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ലൂണ ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ കാലിക്സും വരും. അവനെ കാണുന്നത് നമ്മുടെ ലൂണ അവനെ കെട്ടിപ്പിടിക്കും. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ടൈമിലുള്ള സീനാ. അവിടെ നമ്മളുടെ കാലിക്സ് അവൻ്റെ ഓഫീസിലായിട്ട് വരുന്നത് ലൂണ അവൻ്റെ മഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കാലിക്സ് ചോദിക്കും, നീ ആരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് എൻ്റെ മഗ് എടുത്തത് എന്ന്. ലൂണ അവിടെ സോറി ചോദിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നതും അവിടെയുള്ള ഒരു ഫയലിലായിട്ട് അവൾ കോഫി തട്ടിച്ചിരിക്കും. പെട്ടെന്ന് തന്നെ ലൂണ വീണ്ടും സോറി ചോദിക്കാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ കാലിക്സ് പറയും, ഞാൻ നിന്റെ സോറി അക്സെപ്റ്റ് ചെയ്യാം, എപ്പോഴാണെന്നറിയാവോ, നീ ഞാൻ തന്ന ആ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പാസിലുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ കെയറയുടെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ പേരൻറ്റും അതേപോലെ തന്നെ കൈറയുടെ പേരൻറ്റും ഉണ്ടായിരുന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കും. ഇവിടെ നമ്മളുടെ ലൂണ ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വിചാരിക്കുന്നത് അവളെ കാരണമാണ് കൈറയ്ക്ക് ഈ അവസ്ഥ വന്നത് എന്ന. ഡോക്ടർ അവിടെ പറയും ഇവൾക്ക് ഫിസിക്കൽ അബ്യൂസാണ് ഉണ്ടായിരിക്കുന്നത്, അവളിപ്പോൾ മെൻ്റലി നല്ല വീക്ക് ആയതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയും. എന്നിട്ട് പറയും ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോവും. സത്യത്തിൽ നമ്മുടെ കൈറയുടെ അമ്മയും ഭയങ്കര വിഷമത്തിലായിരുന്നു. അവരവിടെ പറയും, എൻ്റെ മോൾക്കെതിരെ ഉണ്ടായ ഈ ഒരു അനീതിക്ക് ഞാൻ ഉറപ്പായിട്ടും നല്ലതുപോലെ നീതി ചോദിച്ചിരിക്കുകയെന്ന്. അവിടെ നമ്മളുടെ ലൂണയും നല്ല സങ്കടത്തിലാണ്. ഇവളെ സമാധാനിപ്പിക്കുന്നത് തന്നെ അവളുടെ അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈറനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും. കൈറ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ട്. അവളുടെ ഫ്രണ്ട്സ് പറയും, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ പുറത്തോട്ട് വരുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കും. അതിനകത്ത് ഡോക്ടർ എഴുതിയിരിക്കുന്നത് തന്നെ ഇവള് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫിറ്റാണ് എന്ന. അതായത് ഇവിടെ നടന്നിരിക്കുന്നത് തന്നെ നമ്മുടെ കൈറേനെ ആരാണോ ഫിസിക്കലി അബ്യൂസ് ചെയ്തത് അവൻ്റെ വീട്ടുകാരെല്ലാവരോട് ചേർന്നിട്ടാണ് ഡോക്ടറിനെ നല്ലതുപോലെ കൈക്കൂലി കൊടുത്തിട്ട് അവരുടെ സൈഡിലോട്ട് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ എഴുതിയത് തന്നെ. ഇവിടെ നമ്മളുടെ ലൂണ അവളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറയും, നിന്റെ മാത്രം മിസ്റ്റേക്ക് അല്ല, അതിൽ ഞങ്ങളുടെയും മിസ്റ്റേക്ക് ഉണ്ട്, ഞങ്ങളും അവളെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണ അവളുടെ കോളേജിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൂണയാണെങ്കിൽ അവിടുത്തെ ടീച്ചറിൻ്റെ അടുത്ത് നമ്മുടെ കൈറയുടെ കാര്യം പറയും. എന്നാൽ ടീച്ചർ പറയുന്നത് തന്നെ അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാ. നമ്മുടെ ലൂണ ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവളുടെ സ്വന്തം അസൈൻമെൻറ്റിനെ പറ്റി പോലും ഈ ഒരു സിറ്റുവേഷനിൽ മറന്നു പോയിരിക്കുമായിരുന്നു. അവസാനം അവൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിട്ട് അവൾ പെൻഡിങ് ആയിട്ടുള്ള അവളുടെ വർക്ക് എല്ലാം ചെയ്യാനായിട്ട് തുടങ്ങും. അവളിപ്പോൾ നല്ല ടയേർഡാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിക്സ് അവളെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവൻ അവളുടെ അടുത്ത് പറയും, നമ്മൾ മീറ്റ് ചെയ്തിട്ടിപ്പോൾ കുറേ ആയി, എങ്കിലും കുഴപ്പമില്ല, നീ നല്ലതുപോലെ ഫുഡ് കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യണേ എന്ന്. കാലിക്സും അവൻ്റെ എക്സാമിലൊക്കെ നല്ല ബിസി ആയിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ കണ്ടിട്ട് തന്നെ കുറേ കാലമായി. കോള് കട്ട് ചെയ്യുന്നത് നമ്മുടെ ലൂണ അവളുടെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ലൂണ കാലിക്സിൻ്റെ കൂടെ കൈറനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ അമ്മയും കൈറയുടെ അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. അവിടെ കൈറയുടെ അമ്മ നല്ല സങ്കടത്തിലായിരുന്നു. തിരക്കുമ്പോഴാണ് കാര്യം അറിയുന്നത്. അതായത് പ്രോസിക്യൂഷൻ ആണെങ്കിൽ നമ്മുടെ കൈറയുടെ ആ ഒരു കേസിനെ തള്ളിക്കളഞ്ഞു എന്ന്. എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര തെളിവില്ല എന്നും പറഞ്ഞിട്ട്. കാര്യം നമ്മുടെ കൈറനെ അബ്യൂസ് ചെയ്ത ആ ചെറുക്കനില്ലേ, അവൻ്റെ ഫാമിലി എല്ലാ തെളിവിനെയും എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ അമ്മ പറയും, നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തായിരുന്നാലും അവൾക്ക് ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കാം എന്ന്. ഇവിടെ നമ്മുടെ ലൂണ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂണയാണെങ്കിൽ കൈറനെ കണ്ടിട്ട് കാലിക്സ് ചെയ്ത പാസ്ത കഴിപ്പിക്കാനൊക്കെ നോക്കും. എന്നാൽ അവളിവിടെ ഫുഡ് കഴിക്കാനൊന്നും റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് കാലിക്സും ലൂണയും കൂടി ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെ കാലിക്സ് ഇവിടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പറയും. എന്നാൽ നമ്മുടെ ലൂണ ഫുഡ് കഴിക്കാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ഫ്രണ്ട് വരും. അവൾ വന്നിട്ട് ലൂണനെ നല്ലതുപോലെ വഴക്ക് പറയും. അതായത് ഇവൾ അവളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, എക്സാമും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ കാലിക്സും ഷോക്കാവും. എന്നിട്ട് ഇവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ഫ്രണ്ട് പറയും, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൈറ എങ്ങനെയെങ്കിലും ക്യാച്ചപ്പ് ചെയ്തെടുത്തോളും, പക്ഷേ നിൻ്റെ അവസ്ഥ എന്തുവാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ലൂണ പറയും, ഞാൻ ഇപ്പോഴും ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന്. അവിടെയായിട്ട് നമ്മുടെ
കാലിക്സ് ഇവളെ സമാധാനിപ്പിക്കാൻ നോക്കും. എന്നിട്ട് പറയും നീ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നമെല്ലാം മാറുമെന്ന്. എന്നാൽ ലൂണ അതിന് റെഡി ആയിരുന്നില്ല. അവൾ പറയും എനിക്ക് വർക്കുണ്ട് എന്ന്. അവിടെ അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് രണ്ടുപേരും സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാൻ ഒരുങ്ങും. അവസാനം നമ്മളുടെ ലൂണയാണെങ്കിൽ അവിടെ പൊട്ടിക്കരയും. അവൾ അവളുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് പറയും. അവൻ പറയും നമുക്ക് എല്ലാം ഓവർകം ചെയ്യും, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന്. അവസാനം നമ്മുടെ ലൂണ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ലൂണയാണെങ്കിൽ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ടേബിളിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കാലിക്സ് കിടന്നുറങ്ങുന്ന കാണുന്നതാണ്. അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഉറങ്ങിപ്പോയതാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിലായിട്ട് നല്ലതുപോലെ നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങും. നമ്മുടെ ലൂണ അതെടുത്ത് നോക്കുമ്പോൾ എന്തുവാ, അത് നമ്മളുടെ എംഎത്തിൻ്റെ മെസ്സേജ് ആയിരുന്നു. അവൾ അതിനകത്ത് ഇവൻ്റെ അടുത്ത് ഭയങ്കര ഫ്ലേർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഇവരുടെ രണ്ടുപേരെ ഒരു കിസ്സിങ് വീഡിയോയും അയച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ലൂണ എടുത്തു വെച്ച് കാണുന്നതും അവൾ ഭയങ്കര ഷോക്കായിപ്പോൾ അവൾക്കത് മൊത്തവും കാണാൻ പറ്റത്തില്ല. അവൾ അവിടെ ഫോൺ അങ്ങ് തറയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയങ്ങ് പോകും. ഫോൺ വയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മളുടെ കാലിക്സ് ഞെട്ടി എഴുന്നേക്കും. എന്നാൽ അവിടെ നോക്കുമ്പോൾ അവൻ നമ്മുടെ ലൂണേനെ ഒന്നും കാണത്തില്ല. നമ്മുടെ ലൂണയാണെങ്കിൽ സ്കൂളിൻ്റെ അടുത്തായിട്ട് വന്നിരുന്ന് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും. അവളിപ്പോൾ ഭയങ്കരമായിട്ടും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നോക്കുമ്പോൾ കാലിക്സ് അവളെ വിളിക്കുന്നു. എന്നാൽ അവൾ കോൾ എടുക്കാൻ റെഡി ആകത്തില്ല. അവൾ അതങ്ങ് കട്ട് ചെയ്ത് വിടും. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ വാൾപേപ്പർ കാണുന്നത് ഓർക്കും. അതായത് അവൻ്റെ ആ ഒരു ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുമായിട്ട് വാലന്റൈൻസ് ഡേക്ക് വന്നിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ്. വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ കാലിക്സ് അവളുടെ അടുത്ത് ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇപ്പോഴാണ് നമ്മുടെ ലൂണയ്ക്ക് കാര്യം എന്തുവാന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണയാണെങ്കിൽ സെവിയുടെ കൂടെ നമ്മളുടെ കൈറനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അവിടെ എത്തുന്നത് നമ്മുടെ കൈറനെ അബ്യൂസ് ചെയ്ത ചെറുക്കൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയും സെവിയും കൂടി ചേർന്നിട്ട് അവനെ നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് വരും. അവനാണെങ്കിൽ നമ്മുടെ ലൂണേനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ ലൂണയാണെങ്കിൽ നമ്മുടെ ഈ കാലിക്സിനെ കണ്ടിട്ട് സെവിയുടെ കൂടെ അവിടെ നിന്ന് പോകാനായിട്ടിരുന്നു. കാലിക്സ് ഇവളുടെ പുറകെ ആയിട്ട് വരും. അവളുടെ കയ്യിൽ പിടിക്കുന്നത് നമ്മുടെ ലൂണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൻ്റെ കവിളത്തായിട്ട് ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ എന്ത് സഹിക്കും, എന്നെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതൊരിക്കലും സഹിക്കത്തില്ല, ഇനി നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്ന കാലിക്സ് അവളുടെ അടുത്ത് താഴെ ഇരുന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് അവളുടെ അവിടെ ക്ഷമയൊക്കെ ചോദിക്കും. എന്നാൽ നമ്മുടെ ലൂണ പറയുന്നത് തന്നെ ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി എന്നെ കോൾ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്നൊക്കെയാണ്. നമ്മുടെ കാലിക്സ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. എന്നാൽ നമ്മുടെ ലൂണയുടെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ട് തന്നെ അവൾ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. നമ്മുടെ കാലിക്സ് ആണെങ്കിൽ എല്ലാ ദിവസവും അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. എല്ലാ ദിവസവും ഒക്കെ മെസ്സേജ് അയക്കും. എന്നാൽ നമ്മുടെ ലൂണയാണെങ്കിൽ ഒന്നിനും റെസ്പോണ്ട് ചെയ്യത്തില്ല. അവൻ കാണാൻ വരുന്നത് നമ്മുടെ ലൂണ പറയുന്നത് തന്നെ നീ എൻ്റെ പുറകെ നടന്നിട്ട് ഇനി ഒരു കാര്യവും ഇല്ല, എനിക്കിനി ഒരിക്കലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പാസ്റ്റിലുള്ള എൻ്റെ എക്സ് എൻ്റെ അടുത്ത് ചീറ്റ് ചെയ്യുക ചെയ്തത്, അതൊക്കെ നിനക്ക് അറിഞ്ഞു വെച്ചിട്ടും നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, നമുക്കിടയിൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ റൂഡായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ കൈറനെ കാണാൻ വരുമ്പോൾ അവളിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവിടെ കൈറ പറയും ഞാൻ തെറാപ്പി എടുക്കാൻ റെഡിയാണ് എന്ന്. ഇത് കേട്ടിട്ട് ലൂണയ്ക്ക് നല്ല സന്തോഷമാവും. അവൾ അങ്ങനെ വീട്ടിലായിട്ട് വരുന്നതും അവിടെയായിട്ട് അവൾക്ക് നമ്മുടെ കാലിക്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ കാലിക്സ് അവളെ വിളിക്കും. ആദ്യമേ അവൾ കോൾ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് അവൾ കോൾ എടുക്കുന്നതും കാലിക്സ് ഒന്നും പറയത്തില്ല. അവനങ്ങ് കോൾ കട്ട് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര ഡൗട്ടാവും. അവൾ വേഗം തന്നെ കാലിക്സിൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. അപ്പോൾ അവൻ പറയും നീ വേഗം തന്നെ എൻ്റെ വീട്ടിലായിട്ട് വരണോ എന്ന്. വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ കാലിക്സ് അവിടെ കുടിച്ച് ബോധം കെട്ടി കിടക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഈ കാലിക്സിൻ്റെ ഫ്രണ്ട് പറയും നിന്റെ പുറകെ നടന്നതിൻ്റെ പേരിൽ അവനിപ്പോൾ അവൻ്റെ എക്സാം ഫെയിലായി, അതുകൊണ്ട് അവൻ ഈ അവസ്ഥയിൽ എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ അടിക്കും. അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോകും. കാര്യം അവൾക്കാണെങ്കിൽ നമ്മുടെ കാലിക്സിനെ ഈ ഒരു കോലത്തിൽ കാണാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ അവളുടെ വീട്ടിൽ വന്നിട്ട് സെവിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുവാണ്, ഇതിനെ ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ബെറ്റർ എന്ന് പറയും. അങ്ങനെ നമ്മളുടെ സെവി അവളെ സമാധാനിപ്പിച്ചിട്ട് പറയും ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ നിന്നോളാം, നീ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക എന്ന്. രാവിലെ ആവുന്നത് നമ്മുടെ കാലിക്സ് അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൻ അവളുടെ അടുത്ത് പറയും നീ എൻ്റെ കൂടെ ബ്രേക്കപ്പ് പറയല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ലൂണയ്ക്ക് അത് കേൾക്കുന്നതിന് ദേഷ്യം വരും. അവൾ പറയും നീ നിൻ്റെ എക്സാമിൽ ഫെയിലായില്ലേ, എല്ലാത്തിൻ്റെ റീസൺ നമ്മൾ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് തന്നെയാണ്, അതുകൊണ്ട് നീ മൂവ് ഓൺ ആയേ പറ്റൂ, ഇനി ഒരിക്കലും നമ്മൾ രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവത്തില്ല എന്ന്. അവൾ അവിടെയായിട്ട് സെവിനെ പിടിച്ചിരുത്തിയിട്ട് പറയും ഞാനിപ്പോൾ ഓൾറെഡി മൂവ് ഓൺ ആയി, നീ ഇനി അതുപോലെ ചെയ്യണമെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ കാലിക്സിന് സങ്കടം വന്ന് അവൻ അവളെ അവസാനമായിട്ടൊന്ന് ഹഗ് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് പോവും. ഇത് കേൾക്കുന്നതും നമ്മുടെ ലൂണയും ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവും. അവൾ അവളുടെ റൂമിൽ ചെന്നിരുന്ന് കരയാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് അവസാനമായിട്ട് ഇവക്കൊരു മെസ്സേജ് അയക്കും നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന്. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ കാലിക്സിൻ്റെ ആണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയല് ലൂണ നശിപ്പിച്ചതിൻ്റെ പേരിൽ അവനത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സിൻ്റെ
സെക്രട്ടറി ആണെങ്കിൽ ഇവനൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ടുവന്ന് കൊടുക്കും. അത് നമ്മുടെ ലൂണ അയച്ചതായിരുന്നു ഒരു അപ്പോളജി ആയിട്ട്. എന്നാൽ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവത്തില്ല. അവനത് വേഗം തന്നെ നമ്മളുടെ ലൂണയുടെ അടുത്ത് തന്നെ തിരിച്ചു കൊടുപ്പിക്കും. ഇത് കാണുന്ന ലൂണ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. പെട്ടെന്ന് തന്നെ നമ്മുടെ കൈറി ആണെങ്കിൽ പറയും, നീ വിചാരിക്കുന്നത് പോലെ കാലിക്സ് അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. അവൻ ഒരിക്കലും എന്നെ മുമ്പ് അബ്യൂസ് ചെയ്ത ആ ചെറുക്കനില്ലേ, അവന്റെ കേസിനകത്ത് വാദിക്കാനേ വന്നിട്ടില്ല. അവന്റെ കമ്പനിയാണ് ആ ഒരു കേസ് ഏറ്റെടുത്തതെങ്കിലും അവിടെ അവനല്ല അത് വാദിച്ചത് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നീ അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ലൂണയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവള് പേഴ്സണലായിട്ട് നമ്മുടെ കാലിക്സിനെ വന്ന് കാണും. അതൊരു അപ്പോളജി ലെറ്ററുമായിട്ട്. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് പറയും, നീ ഞാൻ തന്നെ ആ ഒരു വർക്ക് ഏറ്റെടുക്കാൻ റെഡിയായി മാത്രമേ ഞാൻ ഈ അപ്പോളജി ലെറ്റർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന്. അവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൈറയുടെ ആ ബോയ് ഫ്രണ്ട് ഇല്ലേ, അവന്റെ ആ ഒരു അബ്യൂസൽ കേസിനകത്ത് നമ്മളുടെ കാലിക്സ് വാദിക്കാൻ വേണ്ടിയിട്ട് പാർട്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെ കാലിക്സ് പറയും, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ കമ്പനിയുടെ ഭാഗമായിട്ട് ഹെമത്തിസ് ആയിരുന്നു അത് അറ്റൻഡ് ചെയ്തത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ അങ്ങനെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്നിട്ട് അവൾ ഇക്കാര്യം വന്ന് നമ്മുടെ കൈരെടുത്ത് സംസാരിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് സെവി വരും. ഉടനെ നമ്മുടെ ലൂണ പറയും, നീയാണ് എൻ്റെ ഈ ഒരു പ്രോജക്റ്റിൽ എൻ്റെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സെവി ഭയങ്കര ഷോക്കായിരുന്നു. അവൻ ചോദിക്കും, ഇതിൽ കാലിക്സ് ഓക്കെ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ലൂണ പറയും, ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ലൂണയാണെങ്കിൽ കാലിക്സുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ അവളുടെ പ്ലാനിങ് എല്ലാം പറയും, അവൾ എങ്ങനെയാണ് ആ ഒരു വീടിനെ ട്രാൻസ്ഫോം ആക്കാൻ പോകുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിക്സിന്റെ കൂടെ അവന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ കാലിക്സ് ഇവിടെ നല്ലതുപോലെ വെൽക്കം ഒക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ വീട് കാണുന്ന നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്നാലും അവള് ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ അവിടെ ആക്ട് ചെയ്യാനൊക്കെ തുടങ്ങും. പ്രൊഫഷണലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവള് ബാഗിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് ആ ഒരു ഹോം ടൂറൊക്കെ നടത്താൻ തുടങ്ങും. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ സെവി വരും. അതേസമയം തന്നെ നമ്മുടെ കാലിക്സും സെവിയും പരസ്പരം ഗ്രീറ്റ് ചെയ്യും. നമ്മുടെ കാലിക്സിന് ഒരു കോൾ വന്നതുകൊണ്ട് അവൻ ഗാർഡനിലായിട്ട് പോയെന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ ലൂണ ചോദിക്കും, നീ വരാൻ ഇത്ര ലേറ്റ് ആയത് എന്താ എന്ന്. അവിടെ നമ്മളുടെ സെവി പറയുന്നത് തന്നെ ട്രാഫിക്കിൽ പെട്ടുപോയി എന്ന്. നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ കാലിക്സ് പുറത്ത് ഗാർഡനിൽ നിൽക്കുന്ന കാണുന്നതും അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മ വരുന്നത്. അവൾ എങ്ങനെയെങ്കിലൊക്കെ അത് പിടിച്ചു വെക്കും. അതേസമയം തന്നെ നമ്മുടെ സെവി പറയും, ഇന്ന് രാത്രിത്തെ ഡിന്നറിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൂണയും കാലിക്സും കൂടി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. ഇവിടെ നമ്മുടെ ലൂണയ്ക്ക് നല്ല ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ കാലിക്സ് പറയും, പറ്റത്തില്ല, നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന്. ലൂണ അവിടെ ഇന്റീരിയർ വർക്കിനെ പറ്റിയൊക്കെ ചോദിക്കും. ഉടനെ കാലിക്സ് പറയും, ഫുൾ ഫ്രീഡം നിനക്ക് തന്നെയാ തന്നിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആ വീടിനെ നിർമ്മിച്ചെടുക്കാം. നീ നിന്റെ ഡ്രീം ഹൗസ് ആയിട്ട് കണ്ടാൽ മതി. നീ എന്നെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ പറയും. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു പെണ്ണ് വന്നിട്ട് നമ്മുടെ കാലിക്സിനെ വന്ന് കെട്ടിപ്പിടിക്കും. അവളും ഇവന് നല്ല പരിചയക്കാരായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ലൂണയ്ക്ക് ചെറുതായിട്ടൊന്ന് ജലസ് അടിക്കും. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് നമ്മുടെ കാലിക്സിന് എമത്തിസിന്റെ അടുത്ത് നിന്ന് കോൾ വരും. ഇത് കാണുന്നേ നമ്മുടെ ലൂണ കുറച്ചുകൂടെ അങ്ങ് അപ്സെറ്റ് ആവും. ലൂണ അത് കഴിഞ്ഞിട്ട് അവളുടെ ഗേൾസ് ടീം ഇല്ലേ, അവരുടെ കൂടെ വന്നിരുന്ന് പാർട്ടി ചെയ്യാനായിട്ട് തുടങ്ങും. അവൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് കാലിക്സിനെ മീറ്റ് ചെയ്തതും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സിന് തോന്നും ഇപ്പോഴും നമ്മുടെ ലൂണയ്ക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ലൂണ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിനൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സിന്റെ വീടിന്റെ ആ വർക്കില്ലേ, അതെല്ലാം നന്നായിട്ടിരുന്ന് ചെയ്യുന്നതാണ്. വീക്കെൻഡ് കഴിയുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ ഒരു സ്കൂളിലായിട്ട് ചെന്നിട്ട് അവിടെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങും. അതും ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ്. അവൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുന്നത് ഒരു കൊച്ചിറക്കം വന്ന് ഇവളുടെ അടുത്ത് സംസാരിക്കും. ഇത് വേറെ ആരുമല്ല, നമ്മുടെ കാലിക്സിന്റെ ബ്രദർ തന്നെയായിരുന്നു. ഇവനെ കാണുന്ന നമ്മുടെ ലൂണയ്ക്ക് ആദ്യമേ മനസ്സിലാവില്ല. എന്നാൽ അവൻ പറയും, ഞാൻ കാലിക്സിന്റെ ബ്രദർ ആയിട്ടുള്ള കിയോ ആണ് എന്ന്. ഇത് കേൾക്കുന്ന ലൂണയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവർ നല്ല കാര്യമായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ആ ടൈമിൽ തന്നെ അവിടെയായിട്ട് നമ്മുടെ കാലിക്സും കയറി വരും. അവനാണെങ്കിൽ കിയോനെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. എന്നിട്ട് നമ്മുടെ കാലിക്സ് ലൂണ എടുത്ത് വയ്ക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പൊ ലൂണ പറയും, ഞാൻ ഇവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. സത്യത്തിൽ ഇവരെ രണ്ടുപേരുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിക്സിന്റെ ആ വീട് പോയി കാണുക എന്നുള്ളതാ. എന്നാൽ നമ്മുടെ ലൂണ പറയും, എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് സെവി വരൂ എന്ന്. അവസാന നിമിഷം സെവിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കാലിക്സ് ഇവർക്ക് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറയും. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഓക്വേർഡ് ഫീലിംഗ് ഉണ്ട്. നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു പാട്ട് പ്ലേ ചെയ്യും. എന്നാൽ അത് സിറ്റുവേഷന് ചേർന്നതായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ പാട്ടങ്ങ് ഓഫ് ചെയ്യും. ഇവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് ഓക്വേർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ആ വീടിന്റെ ഫ്ലോറിനെ പറ്റി ചോദിക്കും. നമ്മുടെ കാലിക്സിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കാലിക്സിന് എമത്തിസിന്റെ അടുത്ത് നിന്ന് കോൾ വരും. എന്നാൽ അവൻ ആ കോൾ എടുക്കാൻ റെഡി ആവത്തില്ല. ഇവിടെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയും, എമത്തിസ് എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, ഞാൻ ഇപ്പോഴും സിംഗിൾ ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് ഇത്തിരി ആശ്വാസം വരും. അവളെങ്കിലും അത് കാണിക്കാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവരാ വീട്ടിലായിട്ട് വരുന്നയാ. ലൂണയാണെങ്കിൽ അവന്റെ ഗാർഡനിലായിട്ട് പോയിട്ട് ആ ടെലസ്കോപ്പില്ലേ അത് വെച്ചിട്ട്
ചന്ദ്രനെയൊക്കെ നോക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവള് അടുത്ത വർക്കിനെ പറ്റിയും പറയും. അവരവിടെ നിന്നങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാ. അതേ സ്ഥലത്തായിട്ട് തന്നെ നമ്മുടെ കാലിക്സും ഫ്രണ്ട്സിന്റെ കൂടെ വരും. ഇത് കാണുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ അവനെ മൈൻഡ് ആക്കുന്നില്ല എന്നുള്ള രീതിക്ക് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്ത് അവിടെ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങും. നമ്മുടെ ലൂണയാണെങ്കിൽ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതും അവളുടെ ഫ്രണ്ട്സ് പറയും, ഞങ്ങൾ എല്ലാവരും വേറൊരു സ്യൂട്ടിലോട്ട് പോവുകയാണ്, നീ അവിടേക്ക് വന്നാൽ മതി എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൂണയ്ക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യണമായിരുന്നു. അവൾ അതുകൊണ്ട് വീണ്ടും ഡ്രിങ്ക് ഒക്കെ ചെയ്തിട്ട് ഒരു സ്ട്രേഞ്ചറിനെ പിടിച്ച് കിസ് ചെയ്യാനൊക്കെ നോക്കും. അവനാണെങ്കിൽ ഇവളെ നല്ലതുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് വന്ന് ഇവളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. എന്നാൽ ഇത് കാണുന്നേ നമ്മുടെ ലൂണ ചോദിക്കും, നീ എന്തുവാ എൻ്റെ അടുത്ത് ഹിറ്റ് ചെയ്യുവാന്നോ? ഉടനെ തന്നെ നമ്മുടെ കാലിക്സ് അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു സീനാ. അവിടെ നമ്മുടെ ലൂണയും ഫ്രണ്ട്സും കൂടി ഒരു സ്ഥലത്തായിട്ട് ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിക്സും ലൂണയും കൂടി ഫസ്റ്റ് ടൈം ട്രിപ്പ് വന്നില്ലേ, അതേ സ്ഥലം തന്നെയാണ്. ഇവളുമാരെല്ലാം നമ്മുടെ ലൂണേനെ കളിയാക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, കാലിക്സും സിംഗിളാണ്, നീയും സിംഗിളാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും വേണമെങ്കിൽ പാച്ചപ്പ് ആവാം, നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കാമെന്ന്. എന്നാൽ നമ്മുടെ ലൂണയാണെങ്കിൽ ഒന്നിനും റെഡി ആയിരുന്നില്ല. അവിടെയായിട്ട് ഇവരെല്ലാവരും കൂടി ബീച്ചിൽ എൻജോയ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലൂണ മാത്രമാണ് വെള്ളത്തിലിറങ്ങാണ്ട് അവിടെ കരയിൽ തന്നെ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കാലിക്സ് ഇവളെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പം മലേഷ്യയിൽ എത്തിയിരിക്കുക എന്ന്. അതേപോലെ തന്നെ അവളുടെ അടുത്ത് അവന്റെ നെർവസ്നെസ്സിനെ പറ്റിയൊക്കെ പറയും. ഇവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ അവനെ നല്ലതുപോലെ ചിയറപ്പ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ചോദിക്കും, ഞാൻ കഴിഞ്ഞ ആഴ്ച നിന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യന് നീ ഇതുവരെ ആൻസർ തന്നില്ല, ആലോചിച്ച ആൻസർ പറഞ്ഞാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണ പറയും, ആലോചിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം, ആ ടൈം എടുത്തേ പറ്റത്തുള്ളൂ എന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൂണയുടെ ഫ്രണ്ട്സ് അവളെ നല്ലതുപോലെ കളിയാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും. അതേപോലെ തന്നെ നമ്മുടെ കാലിക്സ് വീണ്ടും അവർക്ക് ടെക്സ്റ്റ് അയക്കുകയും അതേപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ ഫ്രണ്ട്സ് പറയും, എന്തായിരുന്നാലും നീ ഇനിയിപ്പോൾ കുറച്ച് ഹോട്ട് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും, നമുക്കറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ ലൂണയുടെ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇവളുമാരെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ട് അതിനെ പോസ്റ്റ് ചെയ്യും. അതേ സെക്കൻഡിൽ തന്നെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവന്റെ സ്റ്റോറി ആയിട്ട് അവന്റെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഫോട്ടോ എടുത്തങ്ങ് അപ്ലോഡ് ആക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മളുടെ ലൂണയുടെ ഫ്രണ്ട്സ് പറയും, വേണ്ട നീ വേണം ഡോമിനന്റ് ആയിട്ട് നിൽക്കാനെന്ന് പറഞ്ഞിട്ട് ഇവളെ ഒരു ബാത്തപ്പിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഫോട്ടോസ് എടുക്കും. അതും അവള് പോസ്റ്റ് ചെയ്യും. ഇത് കാണുന്നത് നമ്മുടെ കാലിക്സ് അവളെ നല്ലതുപോലെ കോംപ്ലിമെന്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൂണയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ബീച്ചിൽ തന്നെ എടുത്ത വേറൊരു ഹോട്ടായിട്ടുള്ള ഫോട്ടോ അവനങ്ങ് അയച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ കാലിക്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. അവൻ പറയും, ഞാനിപ്പോൾ ഒരു മീറ്റിംഗിലാണ്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ കാലിക്സിന്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് നോക്കുന്നതാ. അതേസമയം തന്നെ അവക്കാണെങ്കിൽ പഴയ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കയറി വരും. അവൾ ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അവിടെ ലൂണ പറയും, ഞങ്ങൾ പണ്ട് ബ്രേക്കപ്പ് ആയില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായേനേലെ, അവന്റെ ആ ഒരു ലോയർ ജേണിയിൽ ഞാനും ഒരു ഭാഗമായേനെ. പെട്ടെന്ന് തന്നെ കയറി പറയും, പണ്ടത്തെ കാര്യം ആലോചിച്ചിരുന്നിട്ട് ഇനി വേറൊന്നും കിട്ടാനില്ലല്ലോ, നമുക്കിനിയിപ്പോൾ മൂവ് ഓൺ ആവാം, അത്രയല്ലേ പറ്റൂ. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതിനെപ്പറ്റി മാത്രം നീ ആലോചിച്ചാൽ മതിയെന്ന്. അതേസമയം തന്നെ നമ്മളുടെ കാലിക്സിന്റെ അടുത്തുനിന്ന് ഇവക്ക് കോള് വരും. അവിടെ അവളാണെങ്കിൽ അവരുടെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലൂണ പറയും, ഇപ്പോൾ ഞാൻ നിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ റെഡിയാണ് എന്ന്. അതേസമയം തന്നെ നമ്മുടെ കാലിക്സിന്റെ റൂമിലായിട്ട് അവന്റെ ഒരു കൊളീഗ് കയറി വരും. ഇത് കാണുന്നേ നമ്മുടെ ലൂണയും ഒരുമാതിരിയായി പെട്ടെന്ന് തന്നെ കോളങ്ങ് കട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ വീണ്ടും പണ്ടത്തെ ആ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരും. അതായത് എമത്തസിന്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവള് ബ്രേക്ക് ഡൗൺ ആയില്ലേ, വീണ്ടും അവള് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഇവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കേണ്ട സമയമായി, അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. എന്നിട്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാവരോടും ചേർന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കും. അവിടെയായിട്ട് നമ്മുടെ ലൂണയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൾക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. പാതിരാത്രി ആവുന്നതും അവളുടെ റൂമിലായിട്ട് ഒരാൾ വന്ന് നോക്ക് ചെയ്യും. അത് വേറെ ആരുമല്ല, നമ്മുടെ കാലിക്സ് തന്നെയായിരുന്നു. ഇവര് രണ്ടുപേരും കൂടി ടെറസിന്റെ മുകളിലായിട്ട് വരും. എന്നിട്ട് നമ്മുടെ കാലിക്സ് ഓരോരോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലിയർ ആക്കാൻ തുടങ്ങും. അവൻ പറയും, ഇപ്പോൾ നീ കണ്ട വീഡിയോ കോളിനകത്ത് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ അന്ന് വാലന്റൈൻസ് ഡേയുടെ അന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ നേരത്താണ് എമത്തിസ് പെട്ടെന്ന് തന്നെ എന്നെ കയറി കിസ് ചെയ്തത്. ഞാൻ അവളെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് അവളുടെ അടുത്ത് ഒരുപാട് വഴക്കും പറഞ്ഞിട്ടാ നിന്നെ കാണാൻ വേണ്ടി നിന്റെ അടുത്തോട്ട് വന്നത്. ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത്, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം. എന്നാലും നീ എന്നോട് ക്ഷമിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നിന്റെ അടുത്ത് ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു. ഞാൻ നിന്റെ പുറകെ നടന്ന് സംസാരിക്കാനൊക്കെ ഒരുങ്ങിയത് നീ എന്നോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ തുണ വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ടൈമിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിയോയുടെ ഹേർട്ടിലായിട്ട് ഒരു ചെറിയ ട്യൂമർ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൻ
ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതേപോലെ തന്നെ ഞാൻ എൻ്റെ എക്സാമിൽ ഫെയിലായത് നിന്നെ കാരണമൊന്നുമല്ല. എൻ്റെ വീട്ടിൽ അമ്മയും ഞാനും തമ്മിൽ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവസാനം ഞാനാണെങ്കിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ പുറകെ നടന്നത്. അതേപോലെ തന്നെ അവസാനം എനിക്ക് ആരുമില്ലാന്ന് തോന്നിയപ്പോൾ കിയോയ്ക്ക് ബോധം വന്നു. അതുകൊണ്ട് അവന് വേണ്ടി മാത്രമാണ് ഞാൻ മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചത്. നിന്നോട് എനിക്ക് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ നീ ഓൾറെഡി നിന്റെ ഇഷ്യൂസിൽ ഭയങ്കര ബിസി ആയിരുന്നില്ലേ? നീ തന്നെ ഓൾറെഡി ബ്രേക്ക് ഡൗണിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്യൂസ് കൂടി പറഞ്ഞാൽ നിനക്കത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അതൊന്നും പറയാഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്നതിൽ ലൂണയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറയും, നിനക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നോട് നീ ക്ഷമിക്കണം. ഇവിടെ ഇടയ്ക്ക് ആലക്സ് പറയും, 10 വർഷം നമ്മൾ വേസ്റ്റ് ആക്കി, ഇനി ഒരു നിമിഷം പോലും ഞാൻ വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ നമ്മളുടെ ലൂണേനെ കിസ് ചെയ്യാനായിട്ട് ഒരുങ്ങും. ഇവരുടെ രണ്ടുപേരുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പാസ്റ്റിലുള്ള സീനാണ്. അവിടെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ ലൂണ എടുത്ത് അവന്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ലൂണയാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് വണ്ടി എടുത്ത് പോകാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ അവൾക്ക് വണ്ടി എടുക്കുന്നതും അവൾ പുറകിലുണ്ടായിരുന്ന ഒരു വണ്ടിയിൽ വന്നങ്ങ് ഇടിക്കും. ഇവിടെ നമ്മളുടെ കാലിക്സ് ആണ് ഇവളെ ഹെൽപ്പ് ചെയ്ത് ഇവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് കിടത്തുന്നത്. എന്നിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. രാവിലെ എഴുന്നേക്കുന്നതും നമ്മളുടെ ലൂണയ്ക്കാണെങ്കിൽ നല്ല ഹാങ് ഓവർ ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവരിവിടെ അസ്യൂം ചെയ്യും, അതായത് ഒരുപക്ഷെ നമ്മുടെ കാലിക്സ് ഇവളുടെ അടുത്ത് ചീറ്റേ ചെയ്തിട്ടില്ലെങ്കിലോ. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ലൂണയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. അതേസമയം തന്നെ നമ്മുടെ കാലിക്സിന്റെ അടുത്ത് നിന്ന് ഇവർക്ക് ഒരു മെയിൽ വരും, അതായത് ഇവളുടെ കാറ് റിപ്പയർ ആക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന ലൂണയ്ക്ക് നല്ല സന്തോഷം. അവളാണെങ്കിൽ എന്ത് പറയണമെന്നറിയാണ്ട് ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രമാണ് അവൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവളൊരു ക്യാബ് ബുക്ക് ചെയ്ത് ഓഫീസിലായിട്ട് എത്തുന്നത്. അവിടെ നമ്മുടെ കാലിക്സ് ഇവളുടെ കാറുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇന്നലെ രാത്രി തന്നെ ഈ കാറ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് നേരെയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ കാലിക്സ് ആണെങ്കിൽ അവന്റെ കോട്ട് എടുത്ത് നമ്മുടെ ലൂണേനെ കവർ ചെയ്ത് രണ്ടുപേരുടെ ഓഫീസിലായിട്ട് കയറി വരും. വന്ന് കയറുന്നതും അവിടെയായിട്ട് നമ്മുടെ ലൂണയുടെ അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ കാണുന്ന ലൂണ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കും. ഇവര് നമ്മുടെ ലൂണനെ നല്ലതുപോലെ പൊക്കി പറയും. എന്നിട്ട് ഇവക്കൊരു പ്രോജക്റ്റും കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഇവരുടെ നെഫ്യൂനെ കൊണ്ട് ഇവളെ കെട്ടിക്കാനുള്ള പ്ലാനിങ്ങും ഇറക്കും. അവിടെ നമ്മളുടെ ലൂണയാണെങ്കിൽ പറയും, എന്റെ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത് ലോയലും ഓണസ്റ്റും ആയിട്ടുള്ള ആളാണ് എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ കാലിക്സ് ഒന്ന് തിരിഞ്ഞു നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂണയും കയറയും കൂടി ഇരുന്ന് സംസാരിക്കും, ഈ ആന്റിയുടെ നെഫ്യൂനെ പറ്റിയിട്ടും അവരുടെ പ്രോജക്റ്റിനെ പറ്റിയിട്ടും. അപ്പൊ നമ്മുടെ ലൂണ പറയും, എന്റെ കയ്യിൽ ഇപ്പോൾ പ്രേമിക്കാനുള്ള ടൈം ഇല്ല എന്ന്. ഞാനിപ്പോ എന്റെ ജോലിയിൽ നല്ലതുപോലെ ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് കയറി വരും. അപ്പം വന്നിരിക്കുന്ന തന്നെ ലൂണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും ആയിട്ടാണ്, അവളുടെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ കയറയാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും എടുത്തിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. നമ്മുടെ ലൂണയാണെങ്കിൽ ഇവന്റെ അടുത്ത് ബെഡ്റൂമിന്റെ ഡിസൈൻസിനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മുടെ കാലിക്സ് പറയുന്നത് തന്നെ, നിന്റെ ഇഷ്ടം എന്താണോ അതേപോലെ ചെയ്യുക എന്നാ. ഇത് കേൾക്കുന്നതിൽ ലൂണയ്ക്ക് നല്ല സന്തോഷമാവും. അവള് പറയും, എന്തായിരുന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ വിശ്വസിച്ചിട്ട് ഇത് ഫുള്ളി എന്റെ കയ്യിൽ തരുന്നതിന്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു വീടിന്റെ എല്ലാ പണിയും സ്റ്റാർട്ടാവും. അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് വരും. ഇവനെ കാണുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതായത് ഈ പറഞ്ഞ വർക്ക് റിലേറ്റഡ് തന്നെയാണ്. അവൻ അവിടെ അതിന്റെ ആൻസേഴ്സും കൊടുക്കും. ലൂണ പറയും, ഇന്റീരിയർ ഡിസൈനേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ നിനക്ക് മെയിൽ അയക്കാമെന്ന്. അപ്പൊ നമ്മുടെ കാലിക്സ് പറയുന്നുണ്ട്, ഞാൻ എന്റെ നമ്പർ ചേഞ്ച് ആക്കിയിട്ടില്ല, നീ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന്. എന്നാൽ ലൂണ ഓൾറെഡി ഇവന്റെ നമ്പർ ഡിലീറ്റ് ആക്കിയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ എക്സ്ചേഞ്ച് ചെയ്യും. കാലിക്സ് ആണെങ്കിൽ ഇവളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തിട്ട് തിരിച്ച് ഫോളോ ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് രണ്ടുപേരും കൂടി ആ ഒരു ബെഡ്റൂം കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുന്നത് നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെ വരും. കാലിക്സ് പറയും, നീ കുറച്ചു നേരം ബ്രേക്ക് എടുക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഫുഡും വാങ്ങിക്കൊണ്ട് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂണയ്ക്കും കൂടി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കാലിക്സിന്റെ അമ്മയും അച്ഛനും വിളിച്ചിട്ട് പറയും, ഞങ്ങള് വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുക എന്ന്. ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുന്നതും അവരവിടേക്ക് എത്തും. ഇവിടെയാണെങ്കിൽ കാലിക്സിന്റെ അച്ഛൻ ആ വീട് കാണുന്നത് നല്ല ഇഷ്ടപ്പെടും. എന്നാൽ അമ്മ എപ്പോഴത്തെയും പോലെ തന്നെ അവിടെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. അതായത് ലൂണയുടെ വർക്ക് അത്ര പോരാ എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ കാലിക്സും മിണ്ടാതിരിക്കത്തില്ല. അവൻ വേഗം തന്നെ നമ്മുടെ ലൂണയെ ഡിഫെൻഡ് ചെയ്തിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവന്റെ അമ്മയുടെ മുമ്പിലായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൂണയ്ക്ക് നല്ല സന്തോഷമാവും. എന്താന്ന് വെച്ചാൽ മുന്നത്തെ പോലെ അവൻ മിണ്ടാതിരുന്നില്ലല്ലോ. ഇവിടെ നമ്മുടെ ലൂണയാണെങ്കിൽ അവരൊക്കെ പോയി കഴിയുന്ന കാലിക്സിന്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും, ഇത്തവണ അവളുടെ കൂടെ നിന്നതിന്. കാലിക്സ് ആണെങ്കിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എഡിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൂണയെ ഇൻവൈറ്റ് ചെയ്യും. അവൻ നിനക്ക് വേണ്ടിയിട്ടൊരു കാർഡ് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അവൻ ആ കാർഡിൽ എഴുതിയിരിക്കുന്നതിന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നാ. അവിടെ ലൂണ വരാമെന്ന് പറയും. അടുത്ത ദിവസം വൈകുന്നേരം നമ്മുടെ ലൂണയാണെങ്കിൽ ഇവന്റെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വരും. അവൾ ചോദിക്കും, ഇന്നാണോ നിന്റെ ബർത്ത്ഡേ എന്ന്. അപ്പൊ അവൻ പറയുന്നത് തന്നെ, ഇന്നല്ല നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരാണെങ്കിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യും.
ലൂണയ്ക്കാണെങ്കിൽ എഡിയുടെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ലൂണ അവിടെ ചോദിക്കും കാലിക്സ് എന്തുകൊണ്ടാ അവന്റെ മുന്നത്തെ ആ ഒരു ലോ ഫേമിൽ നിന്ന് റിസൈൻ ചെയ്തത് എന്ന്. അപ്പോൾ നമ്മുടെ എഡി പറയാൻ തുടങ്ങും, അതായത് നമ്മുടെ കൈറേനെ അബ്യൂസ് ചെയ്ത ചെറുക്കനില്ലേ, അവന്റെ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനാണ് വന്നത്. ഇവൻ അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന് കിട്ടിയ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നീ അവൻ ആ കേസ് വാദിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലോ ഫേമിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്നാ. അവൻ അതുകൊണ്ടാണ് അത് റിസൈൻ ചെയ്തത് എന്ന് പറയും. ആ ടൈമിൽ തന്നെ നമ്മുടെ കാലിക്സും അവന്റെ വേറൊരു ഫ്രണ്ടും കൂടി വന്നിട്ട് കേക്കൊക്കെ എടുത്തു വന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അവരവിടെ നല്ലതുപോലെ ഡ്രിങ്ക് ഒക്കെ ചെയ്യും. ഇവിടെ നമ്മളുടെ കാലിക്സിനെയും ലൂണേനെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി 2 പുറത്തോട്ടങ്ങ് പോകും. അവിടെ ലൂണയാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കും, നീ എന്തുകൊണ്ടാ ആ ലോ ഫോമിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചേന്ന്. അപ്പോൾ നമ്മുടെ കാലിക്സ് പറയും, അവനെ പോലൊരു അബ്യൂസറിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ലൂണ വീണ്ടും അവൻ്റെ അടുത്ത് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കാലിക്സ് പറയും, നിന്നെ കാരണമാണ് ഞാൻ ആ കേസ് എടുക്കാഞ്ഞത് എന്ന്. എന്താന്ന് വെച്ചാൽ കൈറ നിന്നെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ജീവിതത്തിൽ അവളെ കാരണം എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷേ ഞാൻ ആ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നീ എന്നെ ഒരിക്കലും മാപ്പ് തരത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. നമുക്കിടയിൽ പിന്നീട് ഒരു ചാൻസസും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ കേസ് എടുക്കാഞ്ഞത് എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയുടെ അച്ഛനാണെങ്കിൽ അവളെ കോൾ ചെയ്യും. അവൾ അവിടെ നിന്ന് പോവാനായിട്ട് കാറിലായിട്ട് കയറിയിരിക്കുന്നതും അവൾ ആലോചിക്കുന്നത് ഫുള്ള് നമ്മുടെ കാലിക്സ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവസാനം അവളാണെങ്കിൽ വിചാരിക്കും അവനൊരു ചാൻസ് കൊടുക്കുക എന്ന്. അങ്ങനെ അവനിട്ട ആ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇല്ലേ, അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവും. അവിടെയായിട്ട് അവൾ കാണും അവന്റെ പ്രൊഫൈലായിട്ട് അവനൊരു ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. അതൊരു ചന്ദ്രന്റെ ഫോട്ടോ ആയിരുന്നു. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് ലൂണ എന്ന് എഴുതിയിരുന്നത്. ഇത് കണ്ട് നമ്മുടെ ലൂണ ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അവൾ അങ്ങനെ നമ്മുടെ കാലിക്സിനെ വന്ന് കണ്ടിട്ട് അവന്റെ അടുത്ത് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ലൂണ എന്നുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നേ എന്ന്. അവിടെ നമ്മുടെ കാലിക്സ് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല. നിനക്ക് എന്റെ എക്സ്പ്ലനേഷൻ എപ്പോഴാണോ കേൾക്കാൻ റെഡി ആവുന്നത് അപ്പോഴും പറഞ്ഞാൽ മതി. ഞാൻ എന്തായിരുന്നാലും നിന്നെ നഷ്ടപ്പെടുത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ ഇല്ലാത്തൊരു ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് ഇതുവരെ കാണാൻ കൂടി സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അവനിവിടെ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിൽ അവന് ഒരിക്കൽ കൂടി അവന്റെ ആ ഫെയിലായ എക്സാം ഇല്ലേ, ആ ഒരു ടൈമിലോട്ട് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ അവനെല്ലാം ഫിക്സ് ചെയ്താനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവസാനം നമ്മുടെ ലൂണയ്ക്കും ഇവന്റെ ജെനുവിനിറ്റി മനസ്സിലായിട്ട് അവളും അവനും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ വീണ്ടും പാച്ചപ്പ് ആവും. പിന്നീട് കാണിക്കുന്ന പ്രസന്റിലുള്ള ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ കാലിക്സും ലൂണയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യാനായിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ മഴ പെയ്യും. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ അകത്തോട്ട് കയറി പോകും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ലൂണ കിടന്നുറങ്ങാൻ നേരത്ത് അവളുടെ ഫ്രണ്ട്സ് എല്ലാം ഇവളെ വന്ന് എഴുന്നേപ്പിച്ചിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നേ. നമ്മുടെ ലൂണ ഭയങ്കര ഷൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ കാലിക്സ് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയുടെ ഫ്രണ്ട്സ് എല്ലാം ഇവനെ ഗ്രീറ്റ് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് പോകും. എന്താന്ന് വെച്ചാൽ ലൂണയ്ക്കും അവനും കുറച്ച് പേഴ്സണൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മുടെ ലൂണയും കാലിക്സ് സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവനൊരു കോൾ വരും. അത് കുറച്ച് അർജന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം എന്ന്. ഇവിടെ ലൂണയാണെങ്കിൽ അവനെ ഈവനിങ്ങിലേക്കുള്ള ഒരു പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കാലിക്സ് അവരുടെ കൂടെ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതാ. അവിടെ നമ്മുടെ കാലിക്സിനെ നമ്മുടെ ലൂണയുടെ ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും നിന്ന് ഡാൻസ് കളിക്കുന്നതാ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ലൂണയും കാലിക്സും കൂടി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂണയാണെങ്കിൽ ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നതും അവളുടെ ഒരു മാലയാണെങ്കിൽ അങ്ങ് താഴെ വീണിട്ടുണ്ടായിരുന്നു. കാലിക്സ് അതെടുത്ത് അവളുടെ കഴുത്തിലായിട്ട് കെട്ടിക്കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെ നല്ലൊരു റൊമാൻറ്റിക് മൊമെന്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ അവളെ അവന്റെ റൂമിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. അവിടെ നമ്മളുടെ ലൂണ എത്തുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് അവൾക്ക് അവന്റെ ജാക്കറ്റ് ഒക്കെ കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവളെ നല്ലതുപോലെ കിസ് ചെയ്യുകയും ചെയ്യും. രണ്ടുപേരും നല്ലൊരു റൊമാൻറ്റിക് മൊമെന്റ് തന്നെയാണ് അവിടെ എൻജോയ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആവുന്നത് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ എഴുന്നേറ്റ് റെഡി ആവുമായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഫ്ലൈറ്റിനുള്ള ടൈമായി. അവൻ അവിടെ ആണെങ്കിൽ നമ്മുടെ ലൂണയുടെ അടുത്ത് തമാശക്കായിരുന്നാലും വന്നിട്ട് ചോദിക്കും, നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന്. ഇത് കേൾക്കുന്നേ ലൂണ നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു. അവള് പറയും എനിക്ക് ആലോചിക്കാൻ സമയം വേണോ എന്ന്. അപ്പോൾ നമ്മുടെ കാലിക്സ് പറയും നീ നിന്റെ ടൈം എടുത്തോ, എന്തായിരുന്നാലും നമുക്കിനി നാട്ടിൽ വെച്ച് കാണാം എന്ന്. അങ്ങനെ എല്ലാവരും നാട്ടിലോട്ട് വരും. ഇവിടെ നമ്മുടെ ലൂണയും കാലിക്സ് ഒക്കെ നല്ല ബിസി ആയിരുന്നു. അവർക്കാണെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലൂണയാണെങ്കിൽ സെവീനെയും കൈറേനെയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥിരം സ്പോട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സെവി ആദ്യമേ തന്നെ കാലിക്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഉടനെ എന്നെ ലൂണ പറയും, ഞാനിപ്പോൾ നല്ല ബിസി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ പരസ്പരം മീറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അവനും ഇപ്പോൾ ഏതോ ഒരു വലിയ കേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴെന്നെ കറക്റ്റായിട്ട് നമ്മുടെ കാലിക്സ് അവർക്ക് മെസ്സേജ് ഇട്ട് പറയും, നാളെ നമുക്ക് രണ്ടർക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന്. അവിടെയായിട്ട് കാലിക്സ് ഇവക്ക് നല്ലൊരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന്
കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ലൂണയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. അവളാണെങ്കിൽ ചോദിക്കും ഈ പ്രോപ്പർട്ടി എനിക്ക് വിൽക്കുമോ എന്ന്. ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കാലിക്സ് അവളുടെ അടുത്ത് കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ $60 മില്യൺ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടീനെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയും. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ കാലിക്സിന് ഒരു ഫോൺ കോളും വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എമത്തിസിലെ അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ആ കോള് വന്നിരിക്കുന്നത്. വേഗം തന്നെ നമ്മുടെ കാലിക്സും ലൂണെ അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങും. ഹോസ്പിറ്റലിൽ വന്നിട്ട് തിരക്കുമ്പോഴേ അറിയുന്നത് എമത്തസിനെ ആരോ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയറിനെ അബ്യൂസ് ചെയ്ത ചെറുക്കനില്ലേ, അവന്റെ കേസ് തോറ്റേന്റെ പേരിൽ അന്ന് തൊട്ടേ ഇവക്ക് ഭീഷണിയുണ്ട്, അവളെ കൊന്നുകളയും എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ കാലിക്സ് ഭയങ്കരമായിട്ടും തകർന്നു പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിട്ടാണ് നമ്മുടെ എമത്തിസ് ഈ ഒരു കേസ് തന്നെ ഏറ്റെടുത്തത്. അവനിവിടെ സ്വന്തമായിട്ടിരുന്ന് കുറ്റം പറയാൻ തുടങ്ങും. എന്നെക്കാണാണ് അവൾക്ക് ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന്. ഇവിടെ നമ്മുടെ ലൂണ അവനെ സമാധാനിപ്പിക്കും. അവിടെയായിട്ട് ഇവര് രണ്ടുപേരുടെ എമത്തേസിനെ കാണാൻ വേണ്ടിയിട്ട് കയറും. അവളുടെ അവസ്ഥ നല്ല മോശമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സും ഈ പറഞ്ഞ എമത്തേസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും തർക്കവും ഒക്കെ ആവും. നമ്മുടെ ലൂണ അവനെ എങ്ങ് സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിടും. എന്നിട്ട് ലൂണ അവളുടെ കൂടെ ഇരിക്കും. ഇവിടെ നമ്മുടെ എമത്തേസ് ആണെങ്കിൽ ലൂണ എടുത്ത് സോറിയൊക്കെ പറയും അവൾ ചെയ്ത തെറ്റിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ലൂണ അവൾക്ക് മാപ്പൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഇവളെയും കൊണ്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് രണ്ടുപേരും ഡിന്നറൊക്കെ കഴിച്ചിട്ട് കാലിക്സ് അവളെ പ്രപ്പോസ് ഒക്കെ ചെയ്യും. അതും അവന്റെ ഒഫീഷ്യലായിട്ട് ഗേൾ ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട്. അവിടെ അവൾ അത് അക്സെപ്റ്റും ചെയ്യും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ്സൊക്കെ ചെയ്ത് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അടുത്ത ദിവസം നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ലൂണേനെയും കൊണ്ട് അവന്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വരും. അവിടെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കാലിക്സിന് ഓൾറെഡി ഒരു ചേച്ചി കൂടി ഉണ്ട് എന്ന്. അവളെ കണ്ടിട്ട് രണ്ടുപേരും ഗ്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാലിക്സ് അവന്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ വേണ്ടി നമ്മുടെ ലൂണയായിട്ട് വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കാലിക്സിന്റെ അമ്മയ്ക്കാണെങ്കിൽ ലൂണയായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ രണ്ടുപേരും അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലൂണയും കാലിക്സും കൂടി ലൂണയുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ സെവിയൊക്കെ ആയിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതാ. ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൂണയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വീട്ടിൽ നിൽക്കാൻ നേരത്ത് അവൾക്ക് മനസ്സിലാവും, അതായത് അവള് പ്രഗ്നന്റ് ആണ് എന്ന്. ഇതറിയുന്ന നമ്മുടെ ലൂണയ്ക്ക് അവളുടെ സന്തോഷം എങ്ങനെ അറിയിക്കണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. ലൂണയുടെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര സന്തോഷം. അവരെല്ലാവരോടും ചേർന്നിട്ട് ലൂണനെ നല്ലതുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് വൈകുന്നേരം നമ്മുടെ ലൂണയും കാലിക്സും കൂടി അവന്റെ ആ വീടില്ലേ അവിടെ ആയിട്ടിരുന്ന് ഡിന്നർ കഴിക്കുന്നത്. ലൂണ അവനാണെങ്കിൽ അവളുടെ ആ പ്രഗ്നൻസി കിറ്റിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇത് കാണുന്ന കാലിക്സും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അവൻ വേഗം തന്നെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ അടുത്തായിട്ട് അവൻ പ്രപ്പോസ് ചെയ്യും. എന്നിട്ട് അവൾക്കൊരു റിങ്ങും കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ലൂണയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ഉടനെ തന്നെ എസ് പറയും. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങും. ഈ ഒരു സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.